ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഏറെ ബഹുമാനായ നമ്മുടെ പഠനകേന്ദ്രത്തിൻ്റെ അധ്യക്ഷൻ പ്രസാദ് സാറ്, കൺവീനർ ശ്രീ രഞ്ജിത്ത് മറിയപ്പള്ളി, നമ്മുടെ ഈ 14ാമത് ബാച്ചിലെ ഏറെ ആദരണീയരായിട്ടുള്ള പഠിതാക്കളെ എല്ലാവർക്കും നമസ്തേ. ഞാനൊരു ക്ലാസ് എടുക്കാനൊക്കെ വന്നിരിക്കുന്നത് അപൂർവമാണ്. ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ ഈ മൈക്ക് തന്നിട്ട് പ്രസംഗിക്കോളം പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതിന് മണിക്കൂറുകളൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ഘടനയിലേക്ക് വരണമെന്നുള്ളൊരു ഭയം ഞാനിന്ന് ഇറങ്ങാൻ നേരമാണ് ഓർക്കുന്നത്. ഞാൻ പഠന ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത്. രാവിലെ ഒരു വിവാഹം ഉണ്ടായിരുന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കണം. നമ്മുടെ യൂണിയൻ്റെ സ്റ്റാഫ് ജയൻ ചേട്ടൻ്റെ മോടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ ഇറങ്ങുമ്പോഴാണ് തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഇത് പഠന ക്ലാസ്സിലേക്കാണല്ലോ പോണത് എന്നുള്ള നിലയിൽ പ്രസംഗം മൂഡിൽ നിന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കയ്യിലേക്ക് എടുക്കുകയാണ്. കിട്ടിയ അത്രയും പുസ്തകം. കാരണം ലോകത്ത് എവിടെ യാത്ര ചെയ്താലും കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ വേണം. അത് നോക്കണമെന്നൊന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്കെന്തോ ആത്മവിശ്വാസം നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു വിദേശയാത്ര പോയി, 2 രാജ്യങ്ങൾ. അവർക്ക് ആകെ 20 കിലോയേ ഉള്ളൂ ബാഗേജ് കൊള്ളുകയുള്ളൂ. പക്ഷേ അതിലൊരു 2 കിലോ പുസ്തകമായിരുന്നു. ഒന്നിനുമല്ല, അതൊരു കയ്യിൽ വേണം. ഉറങ്ങാൻ തലയണമെന്ന് പറഞ്ഞ കയ്യിൽ വേണം. അതുകൊണ്ട് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറേ പുസ്തകങ്ങളുമൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എൻ്റെ ജോലി കുറച്ച് കാലം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ എൻ്റെ 17ാമത്തെ വയസ്സിൽ ഈ പഠനകേന്ദ്രത്തിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പഠനകേന്ദ്രത്തിൽ പഠിക്കണം. കാരണം രവിവാര പാഠശാലയിൽ ക്ലാസ് എടുക്കാൻ പോകാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഈ കോട്ടയത്ത് ഒരുപാട് രവിവാര പാഠശാലകൾ തുടങ്ങി, പഠിപ്പിക്കാനായിട്ട് ആളില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആകെയുള്ള ഒരാളാണ് VM ശശി സാർ. അപ്പോൾ ശശി സാറാണെങ്കിൽ മടുത്തു എല്ലായിടത്തും പോയിട്ട്. അങ്ങനെ പിന്നെ 3-4 പേരുണ്ട്, കുറച്ച് പേര്, അവരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറയുകയാണ്, ഇതിൻ്റെ ഈ പയ്യൻ കൊള്ളാം കേട്ടോ, അദ്ദേഹം നന്നായിട്ട് ക്ലാസ് എടുക്കും. ആരോടാ? അവർ ശാഖയുടെ പ്രസിഡൻറ്റിനോട് പറഞ്ഞു. എന്താ വേളൂർ ശാഖ ഉണ്ടോ? ആരാ അല്ലേ? വേളൂരുകാർ നേരെ ഉള്ള വേളൂർ. അത് തിരുവാതിക്കല്ലേ? വേളൂരല്ലേ? അങ്ങേറ്റത്തിരിക്കുന്ന വേളൂരല്ലേ? എക്സ് വേളൂരല്ലേ? എന്നെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പഠന ക്ലാസ് എടുക്കാൻ ആളില്ല. അപ്പം അങ്ങനെ ഞാൻ ഉടനെ കേൾക്കുക. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് എവിടെ പോയി പറഞ്ഞു, ഇവിടെ വന്നുകൊണ്ട് വേദാന്തം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ യേസ് എന്നായിരിക്കും എൻ്റെ മറുപടി. നോ ഇല്ല, അറിവുണ്ടായിട്ടല്ല. അത് ഗുരുവിലുള്ളൊരു സമർപ്പണമാണ്. ആ ധൈര്യത്തിൽ ഞാനങ്ങ് ഇറങ്ങും. എവിടെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും. ഇന്നലെ പാമ്പനാർ നമ്മുടെ പീരുമേട് യൂണിയൻ്റെ ഒരു മത്സരം നടക്കുക. അപ്പോൾ യൂണിയൻ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജീഷ് എന്തായാലും വരണം കേട്ടോ. ശരി, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം എന്തായാലും നമ്മുടെ പഠനകേന്ദ്രത്തിൻ്റെ ചെയർമാൻ്റെ കനിവുണ്ടായ 5 അംഗ ടീമിനെ അവിടെ പറഞ്ഞു വിട്ടു. അവിടുത്തെ യൂണിയൻ്റെ സെക്രട്ടറി പെരുത്ത് ഹാപ്പിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനകേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ പടിയിറങ്ങിയിട്ടില്ല, ഇതിൻ്റെ ഭാഗമാണെങ്കിൽ അവരവിടെ പോയി 5 അംഗ സംഘം അവിടെ പോയി ഇന്നലെ ആ കലാമേളയിൽ മാർക്കിടാൻ പോയി. 100 മാർക്ക് നൽകി അടുത്ത പ്രാവശ്യവും നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ യൂണിയൻ സെക്രട്ടറി പറഞ്ഞു വിട്ടത്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു അംഗീകാരമാണ്. ആ അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ റെഡിയെന്നാണ് പറഞ്ഞത്, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ വിളിച്ചാലും ആര് വിളിച്ചാലും ഒരേ സമയത്ത് 2 പരിപാടിയൊക്കെ കേൾക്കും. പക്ഷേ അത്ഭുതകരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ ഒരു പരിപാടിയിൽ പോകാൻ അവസരം ലഭിക്കും. അടുത്ത ഞായറാഴ്ച പാമ്പാടിയിൽ പരിപാടിയൊക്കെ ഏറ്റതാണ്. പക്ഷേ പെട്ടെന്നാണ് കോയമ്പത്തൂർ യൂണിയനിൽ നിന്ന് വിളിക്കുന്നത്, വരണം. ഞാൻ പറഞ്ഞില്ല, പാമ്പാടിക്കാരോട് ഏറ്റുപോയി. അപ്പോൾ പാമ്പാടിയിലെ പ്രസിഡൻറ്റിനെ ഞാൻ ദയനീയമായി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വരുള്ളൂ കേട്ടോ, പാമ്പാടിയിലേ ഞാൻ പങ്കെടുക്കുള്ളൂ കേട്ടോ. പക്ഷേ എന്നെ കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉടനെ ആ ദയാശീലനായ പ്രസിഡൻറ്റ് പറഞ്ഞു. അഭിലാഷിനേക്കാൾ ദയാശീലനാണ്. എന്നോട് പറയുകയാണ്, കോയമ്പത്തൂർ പൊക്കോ കേട്ടോ, നമുക്കിവിടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കാരുണ്യം അനുവദിച്ച് അങ്ങനെ ഞാൻ കോയമ്പത്തൂർ പോകാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് ആ വേളൂരിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് പഠിക്കാൻ വേണ്ടി പഠനകേന്ദ്രം അന്വേഷിച്ച് ഞാൻ നടന്നപ്പോൾ ഇപ്പോൾ പഠനകേന്ദ്രം ഇല്ലായിരുന്നു. അന്ന് മാങ്ങാനത്തൊരു പഠനകേന്ദ്രം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് പഠനകേന്ദ്രത്തിൽ പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം എല്ലാവരും ക്ലാസ് എടുക്കാൻ വിളിക്കുക, ഞാനങ്ങ് പോവുക. അപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ എന്നെ ഒരു പ്രഭാഷകനാക്കിയിട്ട് ആളുകളെ നിർബന്ധിച്ച് മാറ്റുക, നീ പ്രഭാഷകനാണ്. അപ്പോൾ യൂത്ത് മൂവ്മെൻറ്റിൽ അന്നത്തെ യൂണിയൻ കൗൺസിൽ, ഞാൻ 25 വർഷമായിട്ട് യൂത്ത് മൂവ്മെൻറ്റ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 25 കാൽ നൂറ്റാണ്ടിലേക്ക് പോവുക യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കൗൺസിലിൽ.
അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു പ്രത്യേകത, ഈ പ്രഭാഷകനൊക്കെ പോകുമ്പോൾ ഒരു അടുക്കും ചട്ടമൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ എന്നിലേക്ക് ആരോപിച്ചിട്ട് ആര് വിളിച്ചിട്ടുണ്ട്, ഈ പുള്ളിയെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രഭാഷകനാകാൻ വിധേയനാക്കപ്പെട്ടു ഞാൻ. അപ്പം പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഇത്തിരി ചൂടിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ തീപ്പൊരി പ്രഭാഷകൻ എന്നൊക്കെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ശാന്തമായി സംസാരിച്ച് ചോദിക്കും എന്ത് പറ്റി ഇന്ന് എന്നൊക്കെയായി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് SNDP യോഗത്തിൻ്റെ തുഷാർ വെള്ളാപ്പള്ളി ഒരു ദിവസം എന്നെ വിളിക്കുക. ഞാനിങ്ങനെ ഒരു പ്രസംഗം ഇവിടെ കുടുംബസംഗമത്തിലിരിക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിക്കുന്നു. എന്നോട് ചോദിക്കുന്നു, ഞാൻ തുഷാറാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല വിളിച്ച ആൾ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഞാൻ ചോദിച്ചാൽ ആരാണ് എന്ന് ചോദിച്ചു. നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ അല്പം കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം വിളിച്ചു. ഞാനൊരു മീറ്റിംഗ് പ്രസംഗിക്കുന്നുണ്ടാ അങ്ങനെ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം എന്നെ വിളിച്ചു. വീണ്ടും അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഏത് തുഷാറാന്ന് പറഞ്ഞു. ഞാൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി സാർ, ഞാനും നിങ്ങളിൽ തമ്മിൽ വല്ല ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ബന്ധവുമില്ല. എനിക്ക് നിങ്ങളെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സാറിന് എന്നെ അറിയുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെന്തിനീ മലബാറിലൊക്കെ വന്ന് പ്രസംഗിക്കാൻ ആര് പറഞ്ഞു? ഓർക്കുക, ഒരു ദിവസം വൈകുന്നേരം ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് ശ്രീ KD രമേശൻ അടിമാലി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാം, സജീഷ് നാളെ രാവിലെ മണ്ണാർക്കാട് ഒരു മീറ്റിംഗ് കൊണ്ടൊന്ന് പോകാമെന്ന്. ഇന്ന് വൈകുന്നേരം ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ശരി. പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ അടുത്ത നേരെ ബാഗൊക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. എവിടെയാണെന്ന് അറിയില്ല സ്ഥലം. കോഴിക്കോട് ചെന്ന് ഇറങ്ങിയാൽ പോകാമെന്ന് അറിഞ്ഞു. ഞാൻ നേരെ ട്രെയിന് കയറിയിട്ട് കോഴിക്കോട് ചെല്ലുന്നു. നിന്നാണ്, ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് റിസർവ്ഡ് അല്ല. അപ്പോൾ ഇരിക്കാൻ സീറ്റൊന്നുമില്ല. നിന്നുകൊണ്ട് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അവിടെ ചെന്നു. ഈ മണ്ണാർക്കാട് പോയിട്ടിരുന്നു. അവിടെ പോയി പ്രസംഗിക്കാൻ ചെല്ലുക. ഒരു 10-30 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകണം. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു മുസ്ലിങ്ങളുടെ ഓഡിറ്റോറിയമാണ്. അവിടെ പോയി ഞാൻ ചെല്ലുമ്പോൾ ഞാനും അവിടുത്തെ സെക്യൂരിറ്റി മാത്രമുണ്ട്. രാവിലെ ഞാൻ അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി വേഷമൊക്കെ മാറിയിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന് ആളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു ഇന്നടത്തുനിന്ന് വന്ന ആളാണ്. ഓ ശരി, അവിടെ ഇരുത്തി. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വന്നപ്പോൾ ആളുകൾ മുഴുവൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് ഓടി. ഞാൻ ഇറങ്ങി സദസ്സിൽ പോയിരുന്നു. അപ്പോൾ അടുത്ത മുഖ്യ പ്രഭാഷണം ശ്രീ സജീഷ് കോട്ടയം എന്ന പേര് വന്ന ഒരു പേരാണ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് പ്രസംഗിച്ച് പോകുന്നു. ഇത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ തുഷാർജിയോട് 3-4 ആളുകൾ വീണ്ടും ചോദിച്ചു, ആ സജീഷ് കോട്ടയത്തിനെ കണ്ടില്ലല്ലോ. അപ്പോൾ പുള്ളിയാണ് എല്ലാം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിത്രത്തിലേ ഇല്ലാത്ത, റഡാറിലില്ലാത്ത ആളാണ് ഞാൻ. നമ്മുടെ ബ്രഹ്മോസ് പോയി അടിക്കുന്നത് പോലെ റഡാറിലില്ലാത്ത ഞാൻ അവിടേക്ക് ചെല്ലേണ്ടി വന്നു. അങ്ങനെ എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വയനാട്ടിലേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല സാർ, ഇവിടെ നാഗമ്പട അമ്പലത്തിൽ ഒരുപാട് കാര്യമുണ്ടെന്ന് പറഞ്ഞു. 3-4 തവണ അദ്ദേഹം എന്നെ വിളിക്കുന്നു. അവസാനം മീനടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് നേരം സംസാരിച്ച് കണിച്ചുകുളങ്ങര ആകാറാകുമ്പോൾ എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. എന്നോട് പറഞ്ഞു ഇവിടം കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പാടാന്ന് പറഞ്ഞിട്ടാണ്. കഥ ഒത്തിരി ഉണ്ട്, എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി. എൻ്റെ ഈ വണ്ടിക്കൂലി പോലും ഇല്ല. ഞാൻ അവിടെ നിന്ന് വണ്ടിയെ കയറി. അവിടെ നിന്ന് ഒരാളെ വിളിച്ച് കണ്ടക്ടറുമായി ധാരണയായിട്ട് ഇല്ലിക്കലെങ്ങാണ്ട് വന്നപ്പോൾ ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കി കണ്ടക്ടർക്ക് കൊടുത്ത് ഇറങ്ങിപ്പോന്നു. പക്ഷെ പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് എന്നെയുമായിട്ട് അദ്ദേഹം പോയത് എന്നോട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു 5-6 ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരണം, ഒരൊറ്റ പോക്ക്. പോയത് ശിവഗിരി ചെല്ലാൻ പറഞ്ഞു. ശിവഗിരി ചെന്നു. അദ്ദേഹവുമായിട്ട് പിന്നീട് പോയത് 138 യൂണിയനുകൾ പ്രസംഗിക്കാനാണ്. കേരളത്തിലെമ്പാടുമായി അങ്ങ് പാറശാല മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള 138 യൂണിയനുകളിൽ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു ഒന്നും കൈമുതലായിട്ടില്ല. ഞാൻ ആ ഗുരു ഈ പ്രസ്ഥാനത്തെ ഞാനങ്ങ് എൻ്റെ മനസ്സ് മുഴുവൻ ഈ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്ത് പറഞ്ഞാലും അപ്പോൾ റെഡി എന്ന് പറഞ്ഞൊരു മനസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ. അല്ലാതെ വലിയ കാര്യശേഷിയോ ക്ഷേമുഷിയോ ഒന്നും എനിക്കുണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല. കേരളം എമ്പാട് ആകെ 140 യൂണിയൻ ഉണ്ട്. അതിൻ്റെ അകത്ത് 128 യൂണിയനിലും പോയിട്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞു. പുതിയ യൂണിയനാണ് ബാക്കിയുണ്ടായത്. വിദേശത്ത് പോയി പ്രസംഗിക്കാൻ പറ്റി. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് പ്രസംഗിക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് ഈ ഗുരുവിൻ്റെ കാരുണ്യം അതോടൊപ്പം ഈ പ്രസ്ഥാനത്തോടുള്ള ഒരു ഡെഡിക്കേഷനുമാണെന്ന് ഞാൻ സ്വയം വിചാരിക്കുകയാണ്. അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ആകസ്മികമായി കടന്നു വന്നതാണ് വാക്ക്, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പഠനകേന്ദ്രം അത്ഭുതകരമായിട്ട് മുന്നേറുകയാണ്. അപ്പോൾ പഠനകേന്ദ്രം കൊണ്ട് പണ്ട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു, സത്യം പറയാമല്ലോ. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ശ്രീനാരായണ പഠന കേന്ദ്രത്തിലെ പഠിതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പല മേഖലയിൽ നിന്നും വലിയ അംഗീകാരത്തോടുകൂടി പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. കാരണം ഇവിടേക്ക് വരുന്നവർ പലപ്പോഴും വീട്ടിലെ മറ്റ് സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ പഠനകേന്ദ്രത്തിലേക്ക് വരുന്നതിൽ വലിയ ഒരു വിഭാഗം, ഭൂരിപക്ഷം ആളുകൾ. പക്ഷെ അവരൊക്കെ തങ്ങളുടെ ആ മേഖലയിൽ നിന്നുകൊണ്ട് എല്ലാവരും പ്രാസംഗികരാവണം എന്നുള്ളതല്ല.
ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ആ പഠനത്തിൽ ഗുരുദേവനെ സമീപിക്കുമ്പോൾ നമുക്കറിയാം ഗുരുദേവൻ്റെ കൃതികൾ, ആ കൃതികളാണ് ഭഗവാനെ അറിയുവാനുള്ള ഏറ്റവും കരുണീയമായ മാർഗമെങ്കിലും നമ്മളിപ്പം ഇവിടെ ഇത്രയും ആളുകൾ ഇരിക്കുക, ആ ആളുകൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ, ഇപ്പം നമ്മുടെ പിള്ളേരുടെയൊക്കെ കാര്യം പറയുമ്പോൾ പറഞ്ഞത് കണ്ടോ അവനെങ്ങനെ മോശമായിരിക്കും, അവൻ്റെ കൂട്ടുകെട്ട് ആരോടാ, ഇന്നോടൊക്കെ ഇന്ന ആളുകളോടൊക്കെയാണ് നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗുരുവിനെ വിലയിരുത്തുമ്പോൾ, മഹാഗുരുവിനെ പഠിക്കാൻ വിലയിരുത്തുമ്പോൾ ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് മഹാഗുരുവിനോടൊപ്പം സഞ്ചരിച്ച ഗുരുവിൻ്റെ ഗൃഹസ്ഥ സന്യാസ ശിഷ്യ പരമ്പരയെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയല്ലേ ഈ മഹാസാഗരമാണ് ഗുരു എന്ന് പറയുന്നത്. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തിൽ നിന്ന് നിപതിക്കുന്ന വെള്ളത്തുള്ളികൾ എപ്രകാരം ചെറിയ അരുവികളായി പുഴകളായി ആത്യന്തികമായിട്ട് സമുദ്രമായി മാറുന്നുവോ, അതുപോലെ മകനെ നീ ഏത് ദേവനെ ഭജിച്ചാലും കേശവം പ്രതി ഗച്ഛതി, അത് ആ ഏകത്വത്തിലേക്ക് പരമമായ സത്തയിലേക്കാണ് കടന്നു വരുന്നതെന്ന് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന സാഗരത്തിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും നല്ല കൈവഴി ഉപാധി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ നദികളാകുന്ന ഗുരുവിലേക്ക് വന്നണിഞ്ഞ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യാസ ശിഷ്യന്മാരാണ്. കാരണം അതിനും എളുപ്പമുള്ളൊരു മാർഗ്ഗമില്ല, നമുക്ക് ആർക്കും പഠിക്കാമെന്നുള്ളതാണ്. കാരണം ആ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളെടുത്ത് റെഫർ ചെയ്താൽ നമുക്ക് ഗുരുവിൻ്റെ കൃതി ഹൃദയസ്ഥമാക്കുന്നത് പോലെയുള്ള വലിയ പ്രയാസങ്ങളൊന്നുമില്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരിലൂടെ എത്താൻ. ഇപ്പോൾ ഏറ്റവും ഞാൻ ഈ വേദിയിൽ പണ്ട് ഇത് പണിത ആദ്യത്തെ വർഷം ഒരു പ്രസംഗ മത്സരം, PGRൻ്റെ പ്രസംഗ മത്സരം നടക്കുക, PG രാധാകൃഷ്ണൻ അനുസ്മരണ പ്രസംഗ മത്സരം. ഇതല്ല, ഇതിന് പഴയ ബിൽഡിങ്. അതിൽ പ്രസംഗ മത്സരം നടക്കുന്ന സമയത്ത് എനിക്കന്ന് 2ാം സമ്മാനം കിട്ടി. ആദ്യത്തെ മത്സരമാണ് PG രാധാകൃഷ്ണൻ അനുസ്മരണത്തിനുള്ള ഗോൾഡ് മെഡലിന് വേണ്ടിയിട്ടുള്ള മത്സരം. ഇപ്പോഴും ആ ഗോൾഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ വന്നൊരാൾ പ്രസംഗിക്കാൻ വന്നു, ഒരു വനിതയാണ്. വന്ന് സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ആകെപ്പാടെ കരഞ്ഞ്. ഞാൻ ഓർക്കുന്നു എൻ്റെ മുമ്പിൽ കൂടെ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, ഞാനും പ്രസംഗിക്കട്ടോ എന്ന് പറഞ്ഞു ഇറങ്ങി കാറിക്കൊണ്ട് നമ്മുടെ MC റോഡിൽ കൂടെ ഓടുന്ന ഞാൻ കണ്ടു. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രഭാഷകയാണ്, നമ്മുടെ കോട്ടയംകാരിയാണ്, ഗംഭീരമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ അത്ര നമ്മൾ എന്താ പറയുക, ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെടുകയും അത് ആത്മാർത്ഥമാണ്, സത്യസന്ധമാണെങ്കിൽ നാളെ നിങ്ങളെല്ലാവരും തന്നെ പ്രാസംഗികരെന്ന നിലയിൽ തന്നെയും ലോകമെമ്പാടും അറിയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം അതിലേക്ക് തീർച്ചയായിട്ടും വളരാൻ നമുക്ക് ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന വഴിയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യാസ ശിഷ്യന്മാരെ പഠിക്കുക എന്നുള്ളത്. കാരണം അത് നമ്മൾ ഈ പ്രസ്ഥാനത്തോട് ഇപ്പം കോട്ടയത്തെ ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പലപ്പോഴും വ്യക്തി സ്വകാര്യ താല്പര്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വ്യക്തി സ്വകാര്യ താല്പര്യങ്ങളില്ല, കാരണം ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് SNDP യോഗത്തോട്, അങ്ങയുടെ തിരുവുള്ളമൂറിയ ഈ യോഗത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഗുരുസ്തവം ചൊല്ലാനായിട്ട് ഒരുങ്ങി പറഞ്ഞു. ഗുരുസ്തവം ചൊല്ലത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ മീറ്റിങ്ങിൽ. അപ്പോൾ ഇവിടെയല്ല, കേരളത്തിന് പുറത്താണ്. കാരണം അവർ SNDP യോഗമായിട്ട് ബന്ധപ്പെട്ടില്ല. ഗുരുദേവൻ SNDP യോഗത്തെ പ്രൊമോട്ട് ചെയ്താണ് കുമാരനാശാൻ ഗുരുസ്തവം എഴുതിയത്. അതുകൊണ്ട് ഗുരുസ്തവം ചൊല്ലില്ല. നമ്മുടെ ശിവഗിരിക്ക് സമീപമുള്ള നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഗുരുവിൻ്റെ പേരിലുള്ള ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ SNDP യോഗമായിട്ട്, പക്ഷെ നമ്മൾ SNDP യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതാണ് ഈ ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ എന്ന് പറയുന്നത്. ഞാൻ എന്നും എക്കാലത്തും ഞാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായും ആഗ്രഹിക്കുന്നത് SNDP യോഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ വ്യക്തി താല്പര്യത്തിനപ്പുറത്ത് ഇത് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്. അപ്പോൾ ആ തിരിച്ചറിവ് ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെയും സന്യാസ ശിഷ്യന്മാരെയും പഠിക്കുമ്പോൾ നമുക്ക് ഓർക്കണം, ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ അല്ലെങ്കിൽ സന്യാസ ശിഷ്യന്മാരെ പഠിക്കേണ്ടത്? നമ്മൾ ഒരു കാലഘട്ടം, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കേരളകൗമുദിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി. കേരളകൗമുദിയുടെ ചരിത്രം 2 വോള്യങ്ങൾ, ഞാനത് കൊണ്ടുവന്നില്ല. കേരളകൗമുദിയുടെ ചരിത്രം 2 വോള്യങ്ങളായിട്ടുണ്ട്. ആ ചരിത്രം വളരെ വിശദമായ കേരളത്തിൻ്റെ ഒരു ചരിത്രം, അതിലെ 1ാം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 4ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ
ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈഴവ സമുദായമായിരുന്നു എന്നാണ്. ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഭൂമിയുടെ അവകാശികൾ 3-4 നൂറ്റാണ്ടുകളിൽ അത് ഈഴവ സമുദായമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മണ്ണിൻ്റെ അവകാശികളായിരുന്ന ഒരു സമൂഹം, ആ മണ്ണിൻ്റെ അവകാശികളായിരുന്ന സമൂഹം പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ എന്താ പറയുന്നത്, ആരുമല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ആരുമല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം മലയാളക്കരയിലുണ്ടാകുന്നു. അപ്പം അന്നത്തെ ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൗമുദിയുടെ ആ ചരിത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അതിലെഴുതി വെച്ചിരിക്കുന്നത് ഒരു നായരും അതുപോലെ തന്നെ ഒരു നമ്പൂരിയും കൂടെ വള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നായരും നമ്പൂതിരിയും കൂടെ വള്ളത്തെ സഞ്ചരിക്കുമ്പോൾ നമ്പൂരിയാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജാതിബോധം ഉദിച്ചത്. നായരോട് ചോദിച്ചു, അടിയകലം പാലിച്ചിട്ടാണോ വള്ളത്തിൽ ഇരിക്കുന്നത്? ഒരു ചോദ്യമാണ്. അപ്പോൾ ഉടനെ നമ്പൂരിയോട് നായർ പറഞ്ഞു, പേടിച്ചു പോയി. പേടിച്ചിട്ട് ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുന്നത് പങ്കായ ഇയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, കായലിൻ്റെ നടുക്ക് വെച്ചിട്ട്. നായരും മുങ്ങി, നമ്പൂരി മുങ്ങി, രണ്ടുപേരും വെള്ളത്തിൽ പെട്ടു. പങ്കായയില്ല, വള്ളം ആടി ഉലഞ്ഞ് വെള്ളത്തിൽ പോയി. ഉടനെ രണ്ടുപേരും വെള്ളം കുടിച്ച് മരണവെപ്രാളത്തിൽ ഇങ്ങനെ പൊന്തി മേളിലോട്ട് വന്നു. അപ്പോൾ ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുക, നമ്പൂരി ഒരൊറ്റ നോട്ടം നോക്കി നായരെ. നോട്ടത്തിൻ്റെ കാര്യം അവർക്ക് രണ്ടാൾക്കും മനസ്സിലായി. ഡേഭ്യ, നോം കുടിച്ച ഗംഗാജലം തന്നെയാണോ? ഞാൻ കുടിച്ചത് ഗംഗാജലം, ആരാ? നമ്പൂരി കുടിച്ചതുകൊണ്ട്. അത് തന്നെയാണോ ഡേഭ്യൻ നായരെ നീ കുടിച്ചിരിക്കുന്നത്? എന്താ ചോദ്യം. ഉടനെ നായർ മുങ്ങാങ്കുഴിയിട്ട് അടിയിലേക്ക് പോയി എന്നാ ചരിത്രകാരൻ എഴുതി വെച്ചത്. അദ്ദേഹം വീണ്ടും പൊങ്ങി വന്നു, നായരും മരിച്ചു, നമ്പൂരിയും മരിച്ചു. പക്ഷേ ചരിത്രകാരൻ എഴുതി വെച്ചു, നായർ മരിച്ചതും നമ്പൂരി മരിച്ചതും ആത്മസാക്ഷാത്കാരവുമായിട്ടാണ്. കാരണം എന്താ, ആ ഏഭ്യൻ നായർ കുടിച്ചത് നോം കുടിച്ച ഗംഗാജലമല്ല, പിന്നെ എന്താ, കലക്കവെള്ള. അടിയിലേക്ക് അവസാനം ഈ നായർ പോയത് എന്തിനാണെന്നറിയുമോ? കലക്കവെള്ളം കുടിക്കാനാണ്. യജമാനം കുടിച്ച വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ ഈ ആ വിചാരമുണ്ടായി. അപ്പം നായർക്ക് നമ്പൂരിക്കും മനസ്സിലായി ഞങ്ങൾ മരിച്ചത് ആ ജാതീയത നിലനിർത്തിക്കൊണ്ടാണ് എന്ന്. ഇത് ചരിത്രകാരൻ എഴുതി വെച്ചതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടികൾ കയറി 3-ാം നിലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെയൊക്കെ തലമുറകൾ ഇന്നില്ലാത്ത, ഈ പുതിയ തലമുറയിലൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ചരിത്രബോധമുണ്ട്. ആ ചരിത്രബോധം ഉണ്ടാകുമ്പോഴാണ് മഹാഗുരുവിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക. അപ്പം ഞാൻ മിനിങ്ങാന്ന് ഒരു പ്രസംഗത്തിന് പോയപ്പം പിറ്റേ ദിവസം ദൈവം, ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നുള്ളതാണ് വിഷയം. തലേ ദിവസം പിണ്ടനന്ദിയാണ്. ഞാൻ പറഞ്ഞ് പിണ്ടനന്ദിയിലെ ബീജമുണ്ട്. ആ ബീജത്തിലൂടെ ചലനാത്മകതയിൽ നിന്ന് ഒരു മനുഷ്യജന്മമായിട്ട് നമ്മൾ പിറവിയെടുക്കുമ്പോൾ ആ പിറവിയെടുത്ത് ഈ നശ്വരമായ ശരീരം അവസാനിക്കുന്നത് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള അവസ്ഥ, ആ അവസ്ഥ എന്ന് പറയുന്നത് ആ ദൈവത്തെ, അടുത്ത ദൈവത്തെ മനസ്സിലാക്കാനാണ് പിറ്റേ ദിവസത്തെ ക്ലാസ്. അപ്പോൾ അതിൻ്റെ നടുമധ്യത്തിൽ ആ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ വിഷയം സാമൂഹ്യ നീതി, SNDP യോഗവും സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു വിഷയം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ആ സാമൂഹ്യ നീതി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ സാമൂഹ്യ നീതിയുടെ ഒരു ചരിത്രം മനസ്സിലായെങ്കിൽ മാത്രമേ ഗുരുവെന്ന ദൈവത്തെ മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ചു. സത്യത്തിൽ ഇപ്പോൾ ഗുരുദേവൻ നമ്മുടെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നത് പോലെ സ്പഷ്ടം എങ്ങനെയാ അറിയാലോ അല്ലേ? ചൊല്ലിക്കോ, ഉറക്കം ഉച്ച കഴിഞ്ഞല്ലേ, ഉറങ്ങണ്ടേ? രണ്ടുപേരും ഉറങ്ങാൻ ശ്രമിച്ചോ, കൊണ്ടാ. പിന്നെയാട്ടെ കഷ്ടം നീനം പിടിച്ചോ മധുരയത് പിടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ, അല്ലേ? അപ്പം ശരീരരൂപമല്ല താനെന്നുള്ള തിരിച്ചറിവുണ്ടായി ഈ ശരീരത്തിന്. ഇപ്പം മഹാത്മാ അയ്യങ്കാളിയോട് ഗുരുദേവൻ പറയുന്നുണ്ട്. അയ്യങ്കാളിയും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും വന്ന് ഗുരുദേവനെ രോഗശൈലിയിൽ കിടക്കുമ്പോൾ കാണാൻ വന്നിട്ട് രണ്ടുപേരും ചോദിച്ചതാണ്, ഈ രോഗാവസ്ഥ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ആ ഉള്ളൂരും ഒരൊറ്റ ചോദ്യം ചോദ്യം ഇതായിരുന്നു, ഈ രോഗാവസ്ഥ, അങ്ങ് എത്രയോ ആളുകളുടെ ദീനം മാറിയിട്ടുള്ള ആളാണ്, പക്ഷേ അങ്ങയുടെ ഈ രോഗാവസ്ഥ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി ഉണ്ട്. എന്താ, നാം ഈ ശരീരത്തിന് വേണ്ടി മാറണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തന്നെ ഈ ശരീരം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ ഗുരുദേവനെ ഒരു ശരീരരൂപിയായിട്ട് കാണുമ്പോൾ
ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നാം മാറണമെന്നാണ് പറയുന്നത്. അതിന് മറുപടിയാണ് ഗുരുദേവൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഈ പറയുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താ, ഒരു വഴിയിലൂടെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. എന്നിട്ട് പറയുക ഇതിലെ മാത്രമേ ഉള്ളൂ വാതിലുള്ളതെന്ന്. ബാക്കി 3 പടവുകൾ കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ആ പടവുകളിലേക്കുള്ള അന്വേഷണ യാത്രയാണ് ധർമ്മപഠന കേന്ദ്രം ഈ ഒരു വർഷം അപ്പുറവും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സദസ്സിനെ സംബന്ധിച്ചും അങ്ങനെ പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മഹാഗുരു ഇറങ്ങി വന്നത് എങ്ങനെയാണ്? എന്നെയും നിങ്ങളെയും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആറാട്ടുപുഴ തുടങ്ങി വെച്ചതിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തിരുശേഷിപ്പിൽ ആരംഭിക്കുന്നത്, അല്ലേ? ആറാട്ടുപുഴ അറിയാമല്ലോ, നല്ല നീളമുണ്ടായിരുന്ന, വലിയ മൂക്കുണ്ടായിരുന്ന, വലിയ ഒരു കുടുമി കെട്ടിയ വലിയ ചെവി ഉണ്ടായിരുന്ന മനുഷ്യന്. ആ മനുഷ്യൻ്റെ എന്തോ വേലായുധ പണിക്കർ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഞാനിവിടെ അടുത്തൊരു ശാഖയിൽ എന്നെ ഒരു 20 വർഷം മുമ്പ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി. പ്രസംഗിക്കാൻ പറഞ്ഞ ശാഖയുടെ ഓണറാണ് നമ്മുടെ രഞ്ജിത്ത് മറിയപ്പള്ളി, അവിടുത്തെ സെക്രട്ടറി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി, ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് എനിക്കറിയാവുന്ന 2-3 വാക്യാണ്. ഞാൻ സമ്മതിച്ചു, ഞാൻ കുഴഞ്ഞു. അന്വേഷിച്ച് നടപ്പോൾ ഒറ്റ പുസ്തകം ഈ നാട്ടിലെങ്ങും കിട്ടിയില്ല. അപ്പോഴാണ് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന തീരങ്ങൾ, കേട്ടോ, നല്ലൊരു നോവലാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരത്തെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. ഒരു വാസുദേവൻ, ഗോവയിലായിരുന്നു അദ്ദേഹം, ഒരു ഉൾഗാൻ താടിയൊക്കെ ആയിട്ട്. ആ വാസുദേവൻ സാറിൻ്റെ പുസ്തകം ഇവിടെ നിന്ന് ഞാൻ അന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ, ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് വരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതിഹാസം ഉറങ്ങുന്ന തീരങ്ങൾ, കോട്ടയത്തെ യൂത്ത് മൂവ്മെൻറ്റിൽ അന്നത്തെ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. ഇതിഹാസം ഉറങ്ങുന്ന തീരങ്ങൾ, ആറാട്ടുപുഴ വേലായുധ. നല്ലൊരു ചരിത്ര വീക്ഷണമാണ്, ഒരുപാട് റെഫർ ചെയ്ത് എഴുതിയ പുസ്തകമാണ്. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു അവസാനം അദ്ദേഹം ഈ മാറുമറയ്ക്കാൻ വേണ്ടി സമരം നടത്തി. ഓർക്കുക, നമ്മുടെയൊക്കെ ഇന്ന് SNDP പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ചാവേറായിട്ടാണ് ഇന്നും നമ്മുടെ വലിയൊരു വിഭാഗം ജനങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ പരിവർത്തനങ്ങൾ നടത്തിയത് ശ്രീനാരായണ സമൂഹമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ആറാട്ടുപുഴ എന്ന് പറയുന്നത്. അദ്ദേഹം മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തി. ആ മാറുമറയ്ക്കാൻ സമരം നടത്തിയപ്പോൾ ആ ഇതിഹാസമിറങ്ങിയ തീരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സഹോദരി നമ്മുടെ അയ്യപ്പൻ വളർന്ന നാടായിട്ടുള്ള പന്തളത്തിൻ്റെ മണ്ണിൽ റൗക്ക ധരിച്ചുകൊണ്ട് റാലി നടത്തിയപ്പം മുലക്കച്ചയും കെട്ടിക്കൊണ്ട് റാലി നടത്തി. അത് കഴിഞ്ഞപ്പം അതും വലിച്ചു കീറി വെള്ളയ്ക്ക കുത്തി കയറ്റുന്ന കാര്യമൊക്കെ ഉണ്ടായപ്പോൾ ആ സ്ത്രീ പറഞ്ഞതാണ്, എനിക്ക് നാണം തോന്നുന്നു. കാരണം എന്താ, ജീവിതത്തിൽ ആദ്യമായിട്ട് മാറുമറച്ചപ്പോൾ നാണം തോന്നുന്നുവെന്ന് മലയാളക്കരയിൽ ഒരു ഈഴവത്തി പറഞ്ഞിട്ട് 140 വർഷമായിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുദേവൻ്റെ വരവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കർ വൈക്കം ക്ഷേത്രത്തിൽ കയറുകയും ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ച് മടങ്ങിയിറങ്ങിയപ്പോൾ ഒരു ഈഴവൻ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താ ശിക്ഷാവിധി എന്ന് ചോദിച്ചവൻ ആരാ? ആറാട്ടുപുഴയുടെ കുടുംബം അന്ന് ട്രഷറിയിൽ കാശില്ലാതെ വരുമ്പോൾ തിരുവിതാംകൂർ രാജാവിന് കാശ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. സ്വന്തമായിട്ട് വ്യാപാരത്തിന് വേണ്ടി വായ്ക്കപ്പലുണ്ടായിരുന്നു, ഒരുപാട് ആനകളുണ്ടായിരുന്നു സഞ്ചരിക്കാൻ, കുതിരകളുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ വൈക്കത്ത് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ചോദിച്ചതാ ഒരു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, ഈഴവൻ ക്ഷേത്രത്തിൽ. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞത് അവിടെ പണം കെട്ടിവെക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പൊൻപണം കെട്ടിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചാട്ടവാറിൻ്റെ അടി കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നെ ചാട്ടവാറിൻ്റെ അടി കൊള്ളാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളക്കുതിരയിൽ വാളും പിടിച്ചുകൊണ്ട് കയറി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി. അതിലൊരു പോരാട്ടമായിരുന്നു കഥകളി. ഇവിടെ ആർപ്പുക്കരയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കളരി സംഘം ഉണ്ടായിരുന്നു. ആർപ്പുക്കരയിലും മറിയപ്പള്ളിയിലും നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കളരി സംഘങ്ങളിലൊക്കെ ആയുധം കൊണ്ട് മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കളരി സംഘങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വലിയ പരിവർത്തനങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കുമൊക്കെ ശ്രീനാരായണ സമൂഹത്തെ മാറ്റി. പക്ഷെ ഇതെല്ലാം വാളുപയോഗിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം കഥകളി അഭ്യസിപ്പിച്ചത് വാളുപയോഗിച്ചുകൊണ്ടാണ്. ക്ഷേത്രങ്ങളിലേക്ക് കയറാൻ ശ്രമിച്ചത് വാളുപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് വാളുപയോഗിച്ചുകൊണ്ടാണ്. കാരണം എന്താ, കായികശേഷിയുടെ കരുത്തില്ലാതെ ഇതൊന്നും സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് ഗുരുവിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. നമ്മുടെ വയലാർ പാടിയതുപോലെ വാളല്ലെന്ന് സമരായുധം. പിന്നെ എന്താ, എൻ്റെ നാദങ്ങളിൽ ഹൃദയഗീതം വെട്ടുന്നത് എന്താണ്, സ്നേഹമാകുന്ന ആയുധമാണ്. ആ സ്നേഹമാകുന്ന ആയുധമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യാസ ശിഷ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹാഗുരു വരച്ച ക്യാൻവാസിലേക്ക് ഇവരെല്ലാം കടന്നു വരിക. നമ്മളവർക്ക് അതിലെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ എടുത്താൽ
അതിലെ ഒന്നാമത്തെ ആളാണ് ഡോക്ടർ പൽപ്പു. നമുക്ക് ഒന്നാം റാങ്ക് കൊടുക്കാൻ സാധിക്കുക ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ മഹാനായ ഡോക്ടർ പൽപ്പുവിനാണ്. ആ ഡോക്ടർ പൽപ്പുവിൻ്റെ ത്യാഗം നമ്മുടെ പഠിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവനിലേക്ക്. ഇപ്പോൾ ഞാൻ ആകസ്മികമായി ഒരു കാര്യം പറയുകയാണ്. ഇപ്പം മഹാനായ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു, SNDP യോഗത്തിൻ്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ, ഇവർ തമ്മിൽ പ്രധാനമായും കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായി മാറിയ കുമാരനാശാൻ, ആ കുമാരനാശാനെയും പിടിച്ചുകൊണ്ട് ഒരു ദിവസം ഗുരുദേവൻ അരുവിപ്പുറത്ത് വരെ പറയുകയാണ്, നമുക്കൊരു ഇടം വരെ പോകണം. എന്തിനാ പോകണമെന്നോ എവിടേക്കാണെന്ന് പോകണമെന്നോ ഒന്നും ശ്രീനാരായണ ഗുരുദേവൻ കുമാരനോട് പറയുന്നില്ല. രണ്ടുപേരും ചേർന്ന് പോകുന്നു. ആ യാത്ര അവസാനിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ഒരാളുണ്ടായിരുന്നു, തലപ്പാവൊക്കെ വെച്ച് മഹാനായ ഡോക്ടർ പൽപ്പു. അപ്പോൾ ഡോക്ടർ ഗുരുദേവനോട് പറയുന്നൊരു കാര്യമുണ്ട്, സ്വാമി തൃപ്പാദങ്ങളെ, ഞാൻ എൻ്റെ ഒരു വലിയ നിർണായകമായ തീരുമാനം ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു. അത് എൻ്റെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അതിന് ഗുരുവിനോട് ഈ ആഗ്രഹം അതാദ്യമായിട്ട് എനിക്ക് അറിയിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവനോടാണ്. അപ്പം അതിന് ഗുരുദേവൻ്റെ മുമ്പിൽ പൽപ്പു നിൽക്കുമ്പോൾ ആ പൽപ്പുവിനോട് ഗുരു പറയുന്നുണ്ട്, അതിനുള്ള ഒന്നാമത്തെ ആൾ നമ്മുടെ കയ്യിലുണ്ട്. ആരാ? ഈ കുമാരൻ, കായിക്കരയിലെ കുമാരൻ. ആ കൈ പിടിപ്പിക്കുക. ഓർക്കുക, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാ, നാളെ നാം നമ്മുടെ ഹൃദയമാനസത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന പുഷ്പമായ SNDP യോഗമെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമൻ ആരായിരിക്കണം? അത് ഡോക്ടർ പൽപ്പു. രണ്ടാമൻ ആരായിരിക്കണം? കുമാരനാശൻ. ഈ രണ്ട് കണ്ണികളെയും ഗുരു അന്ന് അവിടെ വിളക്ക് തീർക്കുക. നമ്മൾ ഓർക്കുക, ഗുരുവിൻ്റെ ശിഷ്യന്മാരെ പഠിക്കുമ്പോൾ ആ ഒരു കനം നമുക്ക് മനസ്സിലായി. ഈ പ്രസ്ഥാനത്തിൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കനം മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഗുരുദേവനെ പഠിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കണമെന്നുള്ളൊരു പഠിപ്പിക്കൽ നമുക്കുണ്ടാവുക. അപ്പം അതിലൊന്നാമത്തെ ആളാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പഠിക്കണം. ഞാൻ മുമ്പേ ഒരു KD രമേശ് അടിമാലിയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളൊരിക്കൽ കണ്ണൂർ ഒരു മീറ്റിങ്ങിന് പോയിട്ട് സഹവസിക്കുന്ന സമയത്ത് രാത്രിയിലും ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അത് ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് TK മാധവൻ എഴുതിയ പുസ്തകമാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ പുസ്തകവുമായിട്ട് രാത്രി ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം SNDP യോഗവുമായിട്ട് ബന്ധപ്പെടാനുണ്ടായ സാഹചര്യം, ഒരിക്കൽ അവിചാരിതമായിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ ചരിത്രം വായിക്കാൻ ഇടവന്നു. ആ ചരിത്രം വായിച്ചത് ഈ TK മാധവൻ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി മുഴുവൻ ഇരുന്ന് വായിച്ച് ഒരുപാട് കരഞ്ഞു. അതിൻ്റെ പിറ്റേന്ന് മുതലാണ് ഞാൻ SNDP യോഗത്തിൻ്റെ പ്രവർത്തകനായതെന്ന് പറഞ്ഞു. കാരണം ഇതുപോലെ ത്യാഗസമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല. എനിക്കൊരു ഭാഗ്യമുണ്ടായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ പത്തനംതിട്ടയിൽ തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതലുള്ള ഭാരവാഹികളെല്ലാം സ്റ്റേജിലുണ്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഒക്കെ ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു മീറ്റിംഗ് പിന്നീട് ഞാൻ കണ്ടിട്ടുമില്ല. അവരെല്ലാം സ്വീകരിക്കുന്ന ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായിട്ട് എന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഓർത്തത് ഇവരെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാവുമല്ലോ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ശാഖയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇവരെല്ലാം കേൾക്കാനിരിക്കുന്നത് എൻ്റെ പ്രസംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ. ഞാൻ അവരോടൊക്കെ സോറി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പ്രസംഗിച്ചിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ വോട്ട് ബാങ്കാണ് ഈ സമുദായം. അവിടുത്തെ ബാക്കി ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള അവിടുത്തെ വോട്ട് ബാങ്കാണ് ഈ ശാഖയും പരിസരത്തുള്ള അംഗങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ട് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ഇരുന്നത്. പക്ഷേ ഞാൻ 2-2.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ഇരുന്നു. അപ്പോൾ അറിയാതെ ഞാൻ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷേ സംസാരിച്ച് അവസാനിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഈ സമയം ഒട്ടും വേസ്റ്റായില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് എന്ന് മലയാളിയെ പഠിപ്പിക്കുന്ന ഏറ്റവും കരുണീയമായ മാതൃക ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവാണ്. കാരണം അത് ലോകമുള്ള കാലത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള ഡോക്ടർ പൽപ്പുവാണ്. നമ്മൾ നോർക്കുക, ഡോക്ടർ പൽപ്പുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏത് പുസ്തകം വായിച്ചിട്ടുള്ളത്? നമ്മൾ വായിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പടത്തലവൻ അല്ലേ, സജീവ് കൃഷ്ണൻ എഴുതിയ ദൈവത്തിൻ്റെ പടത്തലവൻ ഏറ്റവും പുതുതായിട്ടുണ്ടായ വ്യാഖ്യാനങ്ങളിലൊന്നാണ്. വേറെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഉണ്ടോ സാർ? വായിക്കാൻ പറ്റിയ ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചിട്ട് TK മാധവൻ എഴുതിയ പുസ്തകം. അത് അവൈലബിൾ ആണ് നമ്മുടെ പുസ്തകശാലകളിലൊക്കെ.
അത് വായിക്കാം. പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും വായിച്ചു? അപ്പോൾ നമ്മുടെ ഈ ഒരു ചരിത്ര പഠനം നമ്മുടെ തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചിട്ട് ഒരു കൈപ്പുസ്തകമെങ്കിലും എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതണമെന്നുള്ള ഒരു അപേക്ഷയാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ടുള്ളത്. കാരണം ഡോക്ടർ പൽപ്പുവിനെ പഠിക്കണം. കാരണം ഇതുപോലൊരു ജീവിതം നമ്മുടെ മക്കളെ നന്നാക്കാൻ വേറൊന്നും പഠിപ്പിക്കേണ്ട. രവിവാര പാഠശാല. അപ്പോൾ ആ രവിവാര പാഠശാലയിൽ മക്കളെ ഡോക്ടർ പൽപ്പുവിൻ്റെ ചരിത്രം പഠിപ്പിച്ചാൽ ഒറ്റ ഒരുത്തും കുഴപ്പത്തിലേക്ക് പോകില്ല. അത് പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എങ്ങനെ പുറത്തേക്ക് പോകും? കാരണം ഇന്നത്തെ മക്കൾ ഇങ്ങനെ ഒരു ബാല്യമുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാൻ ഡോക്ടർ പൽപ്പുവിനെ പോലെ ഒരു മാതൃക മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല, അല്ലേ? അമ്മാവൻ വന്ന് നിൽക്കുക. അമ്മാവൻ വന്ന് നിൽക്കുമ്പോൾ അമ്മാവനോട് പറയും, അമ്മാവൻ്റെ അടുത്തേക്ക് പോവുക. എന്തിനാ? അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് പോയിട്ട് സംസാരിച്ചതാണ് ഈ വിഷയം. കാരണം എന്താ, റിസൾട്ട് വന്ന് SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. അവിടെ ഇരിക്കുക പിള്ളേരല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവർക്കും A+ കിട്ടിയവരൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് A+ കിട്ടാൻ കാരണം ആരാന്നറിയാമോ? ആദ്യമായിട്ട് ഇവിടെ രഹസ്യമായിട്ട് A+ കിട്ടി ഒരുത്തരുണ്ടായിരുന്നു. പേരറിയാവോ? ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പൽപ്പു എന്നാണ്. കാരണം ആ പൽപ്പു രഹസ്യമായിട്ടാണ് ഫെർണാണ്ടസ് സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചത്. എന്തത്? ഇംഗ്ലീഷ് പഠിച്ചത്. ആരും പഠിപ്പിക്കാനിട്ടാ, ജാതിയുടെ പേരിൽ. ഈ ചരിത്രമൊക്കെ നമ്മൾ ഏത് കൃതി പഠിപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. എങ്കിലേ ഉള്ള ഈ സംഘബോധം നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം സംഘബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉണ്ടാവുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഡോക്ടർ പൽപ്പു ചെയ്ത കാര്യം എന്താ? ഡോക്ടർ പൽപ്പുവിൻ്റെ ജീവിത കഥ നമ്മൾ ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, കാരണം SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങുകളിൽ പോയിട്ട് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാരെ കുറിച്ചാണ്. കാരണം അത് വല്ലാത്തൊരു മാനത്തിലേക്ക് നമ്മളെ എത്തിക്കും, നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കും. അവിടെ നമുക്ക് വ്യക്തി താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ഗുരുദേവൻ്റെ ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെക്കുറിച്ച് പഠിക്കണം. കാരണം ഒന്നാമത്തെ പ്രത്യേകത, കേരളത്തിൻ്റെ നവനിർമ്മിതി നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവാണത് ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. കേരളത്തിൻ്റെ നവനിർമ്മിതി നടത്തിയത് എല്ലാ മേഖലകളിലും. അത് വിദ്യാഭ്യാസ മേഖലയാവട്ടെ, സാംസ്കാരിക മേഖലയാവട്ടെ, സാഹിത്യത്തിൻ്റെ മേഖലയാവട്ടെ, അല്ലെങ്കിൽ കായിക മേഖലയാവട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലെല്ലാം കേരളത്തിൻ്റെ 19-ാം നൂറ്റാണ്ടിൽ പരിവർത്തനം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. നമ്മൾ ഓർക്കുക, നമുക്കറിയാലോ, ഞാൻ പൽപ്പുവിനെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. 1888 ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു. പക്ഷേ നമ്മൾ ഇതുപോലുള്ള പഠന കേന്ദ്രങ്ങളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ അഭിനവ ചരിത്രത്തിൽ പറയുമായിരുന്നു 1888 മുൻപും 1888 ശേഷവും. അതിന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. SNDP യോഗത്തിൻ്റെ വേദികളിലൊക്കെ വന്ന് ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പും ശേഷവും എന്ന് പഠിക്കണമെന്ന് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ AC BC എന്ന് പഠിക്കുന്നത് പോലെ ഒന്നും പഠിക്കുന്നില്ല. കാര്യം എന്താ? അത്ര വലിയൊരു ചരിത്ര ഗവേഷണത്തിലേക്കൊന്നും നമ്മൾ കടന്നു പോവാതെ നമ്മൾ ഈ ഗുരുവിനെയും ഗുരുവിൻ്റെ ശിഷ്യന്മാരെയും ഒന്നും പഠിപ്പിക്കാതെ പോയത് കൊണ്ടുള്ള വലിയ ദുരന്തമാണ്. അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ചരിത്രം പഠിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താ? 1888 ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു. പക്ഷേ ആ ശിവനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഗുരു എന്താ ചെയ്തത്? നമ്മളെ ഉണർത്താൻ വേണ്ടി, ഈ പറഞ്ഞ ദീനം പിടിച്ച് കിടക്കുന്ന സമൂഹത്തെ ഉയർത്താൻ വേണ്ടി ഗുരു എന്താ ചെയ്തത്? ഇപ്പോൾ ശ്രീനാരായണ തീർത്ഥ സ്വാമിജിയോടൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു, അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കാമോ? തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ. ആ തൃപ്പാദങ്ങൾ കൽപ്പിച്ച സംഘടനയുടെ പേരെന്തായെന്ന് അറിയാമോ? അറിയോ? കുളിസംഘമായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് സംഘടന. ഓർക്കുക, മഹാഗുരു ആരംഭിച്ച ഒരു രീതിയാണ്. അപ്പോൾ ഗുരുദേവൻ ആദ്യകാലത്തെ പ്രഭാഷകരോട് പോയി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം പോയിട്ട് അവരോട് സംസാരിക്കേണ്ടത് വയറിനെ കുറിച്ചാണ്. ആദ്യം അവൻ്റെ വയറിൻ്റെ വിശപ്പ് മാറുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. രണ്ടാമത് അവൻ്റെ ഹൃദയത്തെക്കുറിച്ചിട്ട് സംസാരിക്കുക. മൂന്നാമത് അവൻ്റെ തലയെക്കുറിച്ച് സംസാരിക്കുക. ആദ്യം സംസാരിക്കേണ്ടത് വയറിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത് സംസാരിക്കേണ്ടത് അവൻ്റെ ഹൃദയത്തെക്കുറിച്ചിട്ടാണ്. മൂന്നാമത് അവൻ്റെ തലയെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ അഭിലാഷ് സാർ ഇരിപ്പുണ്ട്, ഒരു ശാഖയുടെ പ്രസിഡൻ്റാണ്. ഞാനൊരു പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഞാനൊരിക്കൽ നമ്മുടെ കുന്നംകുളം SNDP യൂണിയനിൽ പോയി പ്രസംഗിക്കാൻ പോവാം. കുന്നംകുളം യൂണിയൻ്റെ ഗംഭീരമായ ഒരു ശീതീകരിച്ച മുറിയിലിരുന്ന് പ്രസംഗിച്ച് വന്നപ്പോൾ ഞാൻ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും അഭിലാഷ് സാറിന് അറിയാമോ? ചോദിക്കുന്ന യൂണിയൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെയാണ്. ഞാൻ ഓർത്തടാ ഇത് ഏത് അഭിലാഷാടാ, എനിക്കത്ര പിടി കിട്ടുന്നില്ല ഇദ്ദേഹമാണെന്ന്. കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തെ കാണാൻ വല്ല മാർഗ്ഗം ഉണ്ടോയെന്ന് ചോദിച്ചു. അവസാനം അവരെല്ലാം കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന്. ഞാൻ പറയുന്ന ഒരു 10-15 വർഷം മുമ്പ് അല്ലേ, 15 വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ഞാൻ ഈ സാധനമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ചൊക്കെ, വലിയ പിടിയില്ല. അപ്പോൾ എന്നാ അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ കുറേ പ്രവർത്തനങ്ങൾ യൂണിയൻ്റെ എല്ലാവരെയും സംബന്ധിച്ച് അവിടുത്തെ ഒരു സ്ഥലത്തെ പ്രധാന പയ്യൻസായിട്ട് അദ്ദേഹം നിൽക്കുക. ഇത് ഗുരു പറഞ്ഞ ഭാഷ എന്താ? അദ്ദേഹം പറഞ്ഞത് വയറാ, അദ്ദേഹം ഹെൽത്തുകാരനാ. അദ്ദേഹം വയറിനെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിന് ഹൃദയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. സത്യത്തിൽ ഗുരു പറഞ്ഞത് അങ്ങനത്തെ ഒരു ഭാഷയല്ല പറഞ്ഞത്. ആദ്യം അവൻ്റെ വയറിനെക്കുറിച്ച് പറയുക. ഒരു പ്രസംഗത്തിലേക്ക് ചെന്നാലും നമ്മൾ എത്ര പ്രൗഢഗംഭീരമായ വേദാന്തം പറയാൻ ചെന്നാലും അവിടെ ഇരിക്കുന്നവൻ, കാരണം അവിടെ ഇരിക്കുന്നവൻ 100 പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുക അല്ലേ. മഴ വരാൻ പോകുന്നു, തുണി അലക്കിയിട്ടിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ വരെ അവിടെ വന്നിരിക്കുക അല്ലേ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സദ്യക്ക് കഴിച്ച പായസത്തിന് മധുരയില്ലായിരുന്നു അല്ലേ. ഞാൻ അന്ന് വെച്ചപ്പോൾ കുറ്റം പറഞ്ഞവളുമാരാണ് ഇന്ന് വെച്ചത്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവിടെ ഇരിക്കുന്ന സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ എപ്പോഴും ഒരു വിശാലമായ കാഴ്ചപ്പാടും ആ സദസ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില കർമ്മവിദ്യകളുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ അവരിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ പ്രസൻറ്റേഷൻ അനിവാര്യതയാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ആദ്യം നീ വയറിനെക്കുറിച്ച് സംസാരിക്കുക, പിന്നെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുക, മൂന്നാമത് അവൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന തലയെക്കുറിച്ച് സംസാരിക്കാനും ഗുരു പഠിപ്പിച്ച ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഷ. അതുകൊണ്ടാണ് തൃപ്പാദങ്ങൾ ആരംഭിച്ചതൊരു വാവൂട്ടി യോഗത്തിലൂടെ അല്ലേ. ആ വാവൂട്ടി യോഗത്തിലൂടെ ആരംഭിക്കുക പോലും നമുക്ക് ഗുരുദേവൻ പകർന്നു നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താ? അപ്പം അവിടെ യോഗം കൂടിയപ്പോൾ തന്നെ എല്ലാവർക്കും പ്രമാണിമാരാണ് വന്നിരിക്കുന്നത്. പ്രമാണിമാരുടെ കയ്യിൽ അന്ന് കാശുള്ളവരെ വരികയുള്ളൂ. അപ്പോൾ പ്രമാണിമാർക്കെല്ലാം ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഒന്നാമതാവണം. ഗുരു കണ്ടുപിടിച്ച വിദ്യ എന്തായിരുന്നു? എല്ലാവരും ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഗുരു കണ്ടുപിടിച്ച വിദ്യ എന്തായിരുന്നു? അഭിലാഷ് സാർ അറിയോ? എന്തായിരുന്നു? ഗുരുദേവൻ പറഞ്ഞ ഒരു ശിഷ്യനോട് പറഞ്ഞിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിലൊരു വലിയ വൃത്തം വരയ്ക്കാൻ പറഞ്ഞു. വൃത്തം വരച്ചിട്ട് എല്ലാവരുടെയും പേര് എഴുതി വെക്കാൻ പറഞ്ഞു. സീറ്റില്ലേ? അല്ല സീറ്റ് ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരുടെയും പേര് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആ പേര് എഴുതി കഴിഞ്ഞപ്പോൾ ഇരുന്ന സജിമോനും അഭിലാഷിനും അല്ലേ, കുഞ്ഞമ്മയോ സൗദാമിനിക്കും എല്ലാം തോന്നി ഇതിൽ എൻ്റെ പേര് ആദ്യം. കാര്യം എന്താ, ആ റൗണ്ടിൽ പേര് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം മലയാള ഭാഷയിലെ ആദ്യത്തെ അക്ഷര. അപ്പോൾ ഗുരു അങ്ങനെയാണ് അടുപ്പിക്കുന്നത്. കാരണം എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധം, ഞാൻ തന്നെയാണ് മിടുക്കെന്നൊരു ബോധം ഉണ്ടാക്കി തരിക എന്നുള്ളത് ഗുരുവിൻ്റെ ഭാഷയായിരുന്നു. അപ്പം അത് തന്നെ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ പ്രയോഗിച്ച വിദ്യ അതായിരുന്നു. അങ്ങനെയാണ് 1903 വരുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലേ. എന്നാ SNDP യോഗം രൂപീകരിച്ചതാ? 1903 ജനുവരി 7 ആണ്. പിന്നെ ഒരു ഡേറ്റ് കൂടിയാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അരുവിപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് രൂപീകരിച്ച ഡേറ്റാണ് ജനുവരി 7. പിന്നെ ഒരു ഡേറ്റ് കൂടി ഉണ്ടല്ലോ രജിസ്ട്രേഷൻ ലഭിച്ചത്. അതെന്നാ 1903 ജനുവരിയാണ്. മാർച്ച് മെയ് 15 കറക്റ്റാണ്. മെയ് മാസം 15-ാം തീയതിയാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഇങ്ങനെ 2 SNDP യോഗത്തിൻ്റെ സ്ഥാപക ദിനത്തെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. അതിൽ 2ഉം ശരിയായ ഉത്തരം തന്നെയാണ്. കാരണം ഒന്ന് രൂപീകരിച്ച ദിവസവും മറ്റൊന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി ആക്ട് പ്രകാരം ലഭിച്ച ദിവസവുമാണ്. അപ്പം അതിലേക്ക് വന്ന ഒന്നാമത്തെ ഉപകരണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പൽപ്പൂ. അപ്പം ആ പൽപ്പൂവിൻ്റെ പ്രത്യേകത എന്താ? ആ പൽപ്പൂവിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബയോഗത്തിലേക്കാവട്ടെ ഒരു ബാലജന യോഗത്തിൻ്റെ ക്ലാസ്സിലേക്കാവട്ടെ ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ഡോക്ടർ പൽപ്പൂവിനെ കുറിച്ച് തന്നെയാണ്. കാരണം എന്താ, ആ പൽപ്പൂവിൻ്റെ ആ കാലഘട്ടങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താ? ഒന്ന്, പൽപ്പൂ രഹസ്യമായിട്ട് ഫർണാണ്ടസ് സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ ആ പൽപ്പൂ പറയുന്ന 7 രൂപ ഫീസ് കൊടുക്കണം.
ഞാനൊരു രത്നചുരുക്കം പോലെ പറയുക, എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ആ ഫീസ് കൊടുക്കുന്നു, ആ ഫീസ് കൊടുക്കാൻ മാർഗമില്ല. അങ്ങനെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പൽപ്പു പറയുന്നു, ഒരു ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുന്നത് വികാരഭരിതമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം എന്താ, വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ നിൽക്കുക, ചേട്ടനെ നോക്കിയിട്ട് പൽപ്പു വിളിക്കുക, വെളായുധൻ. വീണ്ടും വിളിച്ചെന്ന് പറഞ്ഞു, മിസ്റ്റർ വെളായുധൻ. എടാ നിനക്കെന്താടാ ബ്രാൻഡാണോ, നീ എന്താ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ ഏട്ടാ, ഇംഗ്ലീഷിൽ വേലായുധൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? വെളായുധൻ എന്നാ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചേട്ടാ, ഇത് പറയാൻ വേണ്ടിയാ. അപ്പോൾ ആ ഇംഗ്ലീഷ് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫീസ് കൊടുക്കണമെന്ന് അറിയുന്നത്. അപ്പോൾ ഫീസ് കൊടുക്കാൻ കാശില്ല. അമ്മാവൻ്റെ അടുത്തേക്ക് പോകുന്നു. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാവൻ അമ്മായിയും വിളിച്ചുകൊണ്ട് പോകുന്നു. 10,000 തുരക്കുന്നു. അവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അമ്മാവൻ മടങ്ങി വരുന്നു. എടാ തേങ്ങയിടാൻ വന്ന അമ്മാവനോർത്ത് ഇവന്മാർ പോയി കാണുമെന്നാ. പക്ഷേ അമ്മാവാ, ഞാൻ മരിച്ചാലും ഇവിടുന്ന് മാറില്ല. കാരണം എന്താ, എൻ്റെ ഗുരുനാഥന് കൊടുക്കാൻ ഫീസ് കൊടുക്കണം. ആ 7 രൂപ തരണം. ആ 7 രൂപ കൊണ്ട് ഫീസ് കൊടുത്ത് പഠിച്ചവൻ അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നീട് പഠിക്കുന്നത് ഇപ്പം എല്ലാവർക്കും A+ കിട്ടുമ്പോൾ ആദ്യം A+ കിട്ടിയവന് തല്ലു മാത്രം കിട്ടിയ നാടായത് അല്ലേ? ഈഴവ സമുദായത്തിലെ ഒന്നാമത്തെ A+കാരനാണ് ഡോക്ടർ പൽപ്പു. പക്ഷേ ഒരുത്തനും ഫ്ലെക്സ് വെച്ചില്ല, വാട്സപ്പിൽ കിട്ടിയില്ല, യൂട്യൂബിലും കിട്ടിയില്ല, ഒരു ലൈക്കും കിട്ടിയില്ല, ഡിസ്ലൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എന്താ, അവൻ ഈഴവനാണ്, പഠിച്ചു അല്ലേ? അവൻ രഹസ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടല്ലേ നമ്മുടെ മക്കളിപ്പം A+ വാങ്ങിക്കുന്നത്. ഈ ചരിത്രം അവനൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുക്കണ്ടേ? അവൻ A+ വാങ്ങിച്ചതുകൊണ്ടല്ലേ നിങ്ങളുടെ മക്കളും നമ്മളും ഒക്കെ A+ വാങ്ങിച്ചത്, ഇംഗ്ലീഷ് പഠിച്ചത്. ഇത് അവന് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ എത്ര എൻജിനീയറിങ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയവർ നമ്മുടെ SNDP ശാഖയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ ഗുരുക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന മക്കളെ എവിടെയെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താ, ഈ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ ഗുരു പ്രകാശം നൽകിയത് തൻ്റെ കരണീയമായ ഉപകരണങ്ങളാക്കി മാറ്റിയിട്ടുള്ള ഓരോരോ നേതാക്കന്മാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെല്ലാം മാതൃകകളാണ്. നമ്മൾ ആ മാതൃക പറഞ്ഞു കൊടുക്കേണ്ടവരാ, പകർന്നു നൽകേണ്ടവരാ. കാരണം ആ ഒരു വലിയ ദുരന്തം നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണ് അരിവിപ്പുറത്തിന് മുമ്പും ശേഷവും എന്ന ഒരു ചരിത്രം കേരളത്തിന് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം ഈ ഒരു വലിയ പ്രൗഢഗംഭീരമായ ചരിത്രം ഓർക്ക് ഇത്രയും ത്യാഗമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിയുമോ? അതാണ് ഗുരുദേവൻ്റെ പരമ്പരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? അവൻ ഇംഗ്ലീഷ് പഠിച്ചു. ഓർക്കണം, ഈ ഫെർണാണ്ടസ് സാഹിബ് മരിക്കുന്നത് വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക അദ്ദേഹം എവിടെയാണെന്ന് അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഈ പൽപ്പു തൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെയും അയച്ചു കൊടുക്കുമായിരുന്നു. മനുഷ്യത്വത്തിൻ്റെ ഇതുപോലൊരു മാതൃക ഓർക്കുക, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണമായ മാതൃക വേറെങ്ങും കാണാനായിട്ട് സാധിക്കുകയില്ല. ആ പൽപ്പു പഠിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഓർക്കുക, ഇതാണ് SNDP യോഗത്തിൻ്റെ 1ാമത്തെ വാർഷികം നടക്കുമ്പോൾ ആ വാർഷികത്തിൽ വനിതകളുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിയുക. നമ്മൾ ആ തരത്തിലൊന്നും ഉണർന്നിട്ടില്ല. ഏത് മേഖല എടുത്താൽ, ഇപ്പോൾ അധികാര കേന്ദ്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ എത്രയോ മെമ്പർമാർ, ഇപ്പം 52 കൗൺസിലർമാരുണ്ട് കോട്ടയത്ത് മുനിസിപ്പാലിറ്റിയിൽ. അതിൽ ഇവിടെ ഇരിക്കുന്ന എത്രയോ മുഖങ്ങൾ കൗൺസിലർമാരാവേണ്ടതാ. പക്ഷെ ആവാതെ പോകുന്നത് എന്താ? ഗുരു തൻ്റെ പരമ്പരയുടെ പകർന്നു തന്ന ചില മാതൃകകളുണ്ട്. അത് വേണ്ടതുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ആ അമ്മ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, കെട്ടുതാലി വിട്ടും മക്കളെ പഠിക്കണമെന്ന് പറഞ്ഞു. അമ്മ വന്ന് പറഞ്ഞു, എടാ മകനെ, നിൻ്റെ ഏട്ടനെയാണ് എൻ്റെയും നിങ്ങളുടെയും സമുദായത്തിലെ 1ാമത്തെ VA-കാരൻ ആരാ? വേലായുധൻ. ആ വേലായുധനെ പഠിപ്പിച്ചതോടുകൂടി തന്നെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉള്ളത് പിന്നെ എന്താ? ഈ മാലയാ. ഇതാ 2 വളയുണ്ട്, കമ്മലുണ്ട്. അതിനെന്താ പ്രത്യേകത? ഇന്ന് നമ്മൾ കല്യാൺ സിൽക്സിൽ പോയി വാങ്ങിക്കുന്ന 916 ഗോൾഡ് ആയിരുന്നില്ല, ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണമായിരുന്നു. കാര്യം എന്താ? ഈഴവത്തിയായി പോയത് കൊണ്ടാണ്. ഈഴവത്തിയായി പോയിട്ട് ക്യാരറ്റ് കുറച്ച് സ്വർണ്ണം ഉപയോഗിച്ചിട്ട് എന്താ 150 വർഷം പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതെല്ലാം കൂടെ വിറ്റോളാൻ പറഞ്ഞു. വിറ്റപ്പോൾ കിട്ടിയത് എന്താ? 75 രൂപയാണ്. ആ പഠനം അവസാനിക്കണമെങ്കിൽ വീണ്ടും വേണം 75 രൂപ. ഈ 75 രൂപയ്ക്ക് വേണ്ടിയിട്ട് പിച്ച തണ്ടി നടന്ന പൽപ്പുണ്ട്. ആ പൽപ്പുവിൻ്റെ കൗമാരം ഒന്ന് പഠിപ്പിക്കണം മക്കളെ. അത് അവനെ ചൊട്ടയിലെ തന്നെ ആ പാഠശാലയിൽ അവനെ അത് പഠിപ്പിച്ചു വന്നാൽ അവനെ അത് സ്വാധീനിക്കില്ലേ? അവനൊരിക്കലും അഭാനാകുമോ? അല്ലേ? ചുറ്റിയായിട്ട് വന്ന തലയെല്ലാം അടിച്ചു പൊളിക്കുന്ന അഭാനായിട്ട് നമ്മുടെ മക്കൾ മാറുമോ? കാരണം ഇതൊക്കെ സ്പേസ് ഇങ്ങനെ കിടക്കുക, സ്പേസ് നമ്മുടെ ശാഖകളിലായിട്ടുമെല്ലാം ഇങ്ങനെ കിടക്കുക. അതെല്ലാം ഇങ്ങനെ ഭദ്രമായിട്ട് താഴിട്ട് പൂട്ടി വെച്ചവരാണ് നമ്മൾ. അപ്പം അതൊക്കെ തുറക്കണം. അത് നിങ്ങളുടെ ദൗത്യമാണ്. അത് നിങ്ങൾ അമ്മമാരായിരിക്കാം, നിങ്ങൾ പല ഉത്തരവാദിത്തങ്ങളുള്ളവരായിരിക്കാം. ഏത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനരായിട്ടുള്ള പഠിതാക്കളെ, നിങ്ങൾ ഇറങ്ങണം സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക്. ഈ ഗുരു പഠിപ്പിച്ച ഭാഷ അതാ.
മഹാഗുരു നമ്മളെ പഠിപ്പിക്കുന്ന ഭാഷ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ശരീരരൂപമല്ലാത്ത ആ ചൈതന്യ സ്വരൂപൻ എൻ്റെയും നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി തന്നത്. ആ ഇറങ്ങി വന്നിട്ട് ഇതാ കുറേ ബിംബങ്ങളെ, മാതൃകകളെ എൻ്റെയും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. അതിലെ വെറുമൊരു ബിംബത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പൽപ്പു. അങ്ങനെ ആ പൽപ്പു പഠിച്ചു. ആ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടിയോ നമ്മുടെ നാട്ടിൽ? എന്തുകൊണ്ടാണ് ജോലി കിട്ടാഞ്ഞത്? ഈഴവനായതുകൊണ്ട് അല്ലേ? റാങ്ക് ലിസ്റ്റ് പേര് വന്ന് 2ാമത്തെ റാങ്കാണ് നിനക്ക്. പക്ഷേ ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ എന്തു പറഞ്ഞു? നിനക്ക് ജോലിയില്ല. അവസാനം പാവപ്പെട്ടവന് ജാതകം വരെ കൊണ്ടുവന്നു. ജാതകം ചെന്ന് കൊണ്ടപ്പോൾ എന്നാ പറഞ്ഞത്? അന്നേരവും കൊടുത്തില്ല. അവസാനം നിവൃത്തിയില്ലാതെ ചെയ്തതാ. പരീക്ഷയ്ക്ക് പോലും, എന്നിട്ടും അവന് പരീക്ഷ പാസ്സായി. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിച്ചത്. പനി, അദ്ദേഹത്തിന് 102 ഡിഗ്രിയിലധികം പനി ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സാം നടക്കുമ്പോൾ. അവസാനം അധികാരിക്ക് കത്തെഴുതി, എനിക്ക് വയ്യ, അതുകൊണ്ട് എനിക്ക് പ്രാക്ടിക്കലിന് ഏറ്റവും അടുത്ത അവസരം നൽകണമെന്ന് പറഞ്ഞ് ഒക്കെ നടന്ന അദ്ദേഹത്തിൻ്റെ കഥ. ഇതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ തന്നെയുണ്ടല്ലോ, തീർച്ചയായിട്ടും വായിക്കണം. കാരണം എന്താ, വിവേകം താനേ വരില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. നല്ല ലൈബ്രറിയിലുള്ളവരൊന്ന് കൈവെക്കാമോ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വന്നാൽ ഞാൻ പുസ്തകം അടിച്ചു മാറ്റും, അത് വേറെ കാര്യം. ഞാൻ പറയുന്നു, കാരണം നല്ല അത്യാവശ്യം നമ്മുടെ സാമ്പത്തിക നിലയിൽ നിന്നുകൊണ്ട് വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല പുസ്തകങ്ങൾ വായിക്കണം, വിവേകം തന്നെ വരില്ല. അത് വായനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ പൽപ്പു എന്ന് പറയുന്ന മാതൃക നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? എന്ത് ത്യാഗം ഉണ്ടായിട്ടും. ഇപ്പം ഞാൻ പറയും, നമ്മുടെ ഒന്നും മക്കൾ ഇന്ന് ഈ എൻജിനീയറിങ്ങോ ഇതൊന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പോലും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അവിടെ മഹാനായ ഡോക്ടർ പൽപ്പു നൽകുന്ന വലിയ മാതൃക എന്താണ്? അദ്ദേഹം പഠിച്ചു മിടുക്കനായി, എല്ലാ ത്യാഗങ്ങളിലൂടെയും ഡോക്ടറായിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, ഒരു ഈഴവൻ്റെ ഗുളിക കഴിക്കാനാണ് വിധിയെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് നേരെ മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പറഞ്ഞു വിട്ടു. 1ാമത്തെ ശമ്പളം കിട്ടിയപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ തെരുവോരങ്ങിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കുഷ്ഠരോഗികളാണ്. അവർക്ക് അദ്ദേഹം പോയിട്ട് ആദ്യത്തെ ശമ്പളവുമായിട്ട് കമ്പിളി വസ്ത്രം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ കച്ചവടക്കാരൻ ചോദിച്ചെന്താണെന്നറിയാമോ? നിങ്ങളെന്താ കമ്പിളി വസ്ത്ര വ്യാപാരിയാണോന്നാണ്. അല്ല, എനിക്ക് കുറച്ച് കമ്പിളി വേണം. ആ കമ്പിളി എന്തിനു വേണ്ടിയിട്ടാണ്? തെരുവോരത്ത് അന്ത്യയാമത്തിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് മുമ്പിലേക്ക് കമ്പിളി വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെൽഫി എടുത്തില്ല ആരും, ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്നും ഇട്ടില്ല, കാരണം ഇരുട്ടിൻ്റെ മറവാണ്. അപ്പം അതൊരു ത്യാഗപരിതമായ മനസ്സാണ്. സംഘടനാ ജീവിതത്തിലും നമ്മുടെ പൊതുജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത് ത്യാഗത്തിൻ്റെ മനസ്സാണെന്ന് പഠിപ്പിക്കണം. അന്നേരമാണ് ഈ ഗുരുവിലേക്ക് അടുക്കുക. ഈ ഗുരു എന്ന സാഗരത്തിലേക്ക് അടുക്കുന്നത് ഈ കൈവഴി. ഇതിന് പറ്റിയ കരണീയമായിട്ടുള്ള കൈവഴിയാണ് പൽപ്പുവിൻ്റെ മാതൃക എന്ന് പറയുന്നത്. അങ്ങനെ ആ പൽപ്പു പഠിപ്പിക്കുന്നു. ഓർക്കുക, ആ മഹാനായിട്ടുള്ള പൽപ്പു പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു മാതൃകയാണ്. ആ പൽപ്പു പിന്നെ എന്താ ചെയ്യുന്നത്? ആ പൽപ്പു പിന്നീട് ഡോക്ടറായി കഴിഞ്ഞ് തൻ്റെ സേവനങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. ഇവിടെ നിന്ന് നാട് വിട്ടു ഹൈ പൊസിഷനിലേക്ക് എത്തിയ പൽപ്പു ആ ജോലിയിൽ നിന്ന് എന്താ പറയുന്നത്, ഇടവേള സ്വീകരിച്ചുകൊണ്ട് അവധി എടുത്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ നിങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർക്കുക, എത്ര വലിയൊരു മാതൃകയാണ്. ആ സംഘടിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? ഈ പറയുന്ന സംഘടനയിലൊക്കെ പ്രവർത്തിച്ചാൽ രാജാക്കന്മാർ തല വെട്ടും, അല്ലേ? ബ്രിട്ടീഷ് അധികാരികൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വണ്ടിയും വള്ളവും സംവിധാനവും ഒന്നും ഇല്ലാത്തപ്പോൾ വോട്ടും സീറ്റും ഇട്ട ഒരു വലിയ മാന്യന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് ഈ പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ 19ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കേരളത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഏടുകൾ എന്ന് പറയുന്നതിൽ ഒന്ന് മലയാളി മെമ്മോറിയലാണ്, അല്ലേ? 10,000 ചില്ലുവാനം, അല്ലേ? എത്ര കൃത്യം? 1037 പേര് ഒപ്പിട്ടുകൊണ്ട് മലയാളി മെമ്മോറിയൽ ഇടുമ്പോൾ അതിലേറ്റവും അധികം സംഭാവന ചെയ്ത ആൾ നമ്മുടെ ഡോക്ടർ പൽപ്പുവാണ്. ഓർക്കുക, എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ല, ഇവിടുത്തെ നായർ സമുദായത്തിന് വേണ്ടിയിട്ടുണ്ടായതാണ് മലയാളി മെമ്മോറിയൽ. പക്ഷെ ആ മലയാളി മെമ്മോറിയലിന് വേണ്ടിയിട്ട് അദ്ദേഹവും അതിൻ്റെ അകത്ത് പങ്കാളിയായി. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. നല്ലൊരു ഭാവി ഇന്ന് നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് പൽപ്പു എന്ത് ചെയ്തു? അതിൽ ഒപ്പിട്ടു. ആ പൽപ്പു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി, ഇത് വളരെ നാടകീയമായിട്ട് ഇവിടുത്തെ ഈഴവർക്ക് ഇതൊന്നും ആഗ്രഹമില്ല. അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? കയറൊക്കെ മാറ്റി വെച്ചു, കള്ളിയത്താണ്.
ആ കള്ളുചെത്തും ആഭിചാരവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് ഈ പൽപ്പുവിൻ്റെ സമുദായം. ഈ പൽപ്പുവിനെ പോലെയുള്ള ചില പരിഷ്കാരികൾ വന്നവരെ വഴിതെറ്റിക്കുകയാണ്. അവർക്കതിനൊന്നും താല്പര്യമില്ല എന്നുമാണ് മലയാളി മെമ്മോറിയലിൻ്റെ നെറ്റ് റിസൾട്ടായിട്ട് പൊന്നുതമ്പുരാൻ തിരുമാനസ് തിരിച്ച് റിപ്ലൈ പറഞ്ഞത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഗുണമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് മലയാളത്തിൻ്റെ ചരിത്രം മാറ്റുന്ന രണ്ടാമത്തെ മെമ്മോറിയലിലേക്ക് കടന്നു വന്നു. അതേതാ? ഈഴവ മെമ്മോറിയലും. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ ലൈഫ് ലൈനാണ് ഈഴവ മെമ്മോറിയലും. അപ്പോൾ ആ ഈഴവ മെമ്മോറിയലിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ് ഡോക്ടർ പൽപ്പൂന്ന്. ഓർക്കുക, ഈ നാട് മുഴുവൻ നടന്ന് പ്രതിസന്ധികളും എതിർപ്പും മാത്രം നേരിട്ടുകൊണ്ട് ആ പ്രതിസന്ധികളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള പൽപ്പു ഈഴവ മെമ്മോറിയൽ യാഥാർത്ഥ്യമാക്കി. ആ മെമ്മോറാണ്ടം അന്നത്തെ പൊന്നുതമ്പുരാൻ തിരുമനസ്സുകൾക്ക് കൊടുത്തു, അല്ലേ? ഇന്ന് ശ്രീമാൻ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇതുവരെ അതിന് മറുപടിയൊന്നും തന്നിട്ടില്ല ആരും. പക്ഷേ അതുണ്ടാക്കിയ വലിയ പരിവർത്തനം വളരെ വലുതായിരുന്നു. ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഒരു ജനതയ്ക്ക്. അങ്ങനെ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈഴവ മെമ്മോറിയൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തുരുത്താണ് കേരളത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ. അത് നിർമ്മിച്ചതിന് പിന്നിൽ ആരാ ഉണ്ടായിരുന്നത്? ഗുരുദേവൻ്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നത്. പിന്നെ കേരളത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ധാരകളിലൊന്നാണ് പൗരസമത്വവാദ പ്രക്ഷോഭണം. പൗരസമത്വവാദ പ്രക്ഷോഭണം 1919 നടന്നതാണ്. കേരളത്തിൻ്റെ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട അടുത്ത ലൈഫ് ലൈനാണ് ഈ മലയാളി മെമ്മോറിയൽ കഴിഞ്ഞാൽ, ഈഴവ മെമ്മോറിയൽ കഴിഞ്ഞാൽ പരിവർത്തനത്തിൻ്റെ അടുത്ത ലൈഫ് ലൈനാണ് 1919 പൗരസമത്വവാദ പ്രക്ഷോഭണം. ആ പൗരസമത്വവാദ പ്രക്ഷോഭണത്തിൻ്റെ മുഖ്യ പോരാളി ആരായിരുന്നു? ഗുരുദേവൻ്റെ ശിഷ്യനാണ് ടി കെ മാധവൻ. ടി കെ മാധവനായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണത്തിൻ്റെ മുഖ്യ സംഘാടകൻ. പിന്നീട് കേരളത്തിന് വന്ന പരിവർത്തനത്തിൻ്റെ പ്രധാന അധ്യായമാണ് ക്ഷേത്രപ്രവേശന വാദം. ആ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭണം, ആ പ്രവേശന പ്രക്ഷോഭണത്തെയും നയിച്ചത് മഹാനായ ടി കെ മാധവനാണ്. പിന്നീട് വരുന്ന ഇതിൻ്റെ ആകെ റിസൾട്ടായി വരുന്ന മറ്റൊരു പരിവർത്തനമാണ് നിവർത്തന പ്രക്ഷോഭണം. കേരളത്തിൻ്റെ 19ാം നൂറ്റാണ്ടിൽ നിന്ന് 20ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പരിവർത്തനത്തിൻ്റെ ചെങ്ങലയായി മാറിയിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള പ്രക്ഷോഭണങ്ങളിൽ 1 മലയാളി മെമ്മോറിയൽ, 2 ഈഴവ മെമ്മോറിയൽ, 3 പൗരസമത്വവാദ പ്രക്ഷോഭണം, 4 ക്ഷേത്രപ്രവേശനവാദം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭണം, 5ാമത്തതാണ് നിവർത്തന പ്രക്ഷോഭണം. ഈ 5 എണ്ണമാണ് ഇന്നത്തെ കേരളത്തെ നിർമ്മിച്ചത്. ഈ 5 മാറ്റങ്ങളാണ് ഇന്ന് കാണുന്ന മലയാളിയെ സൃഷ്ടിച്ചത്. ഈ 5 മാറ്റങ്ങളുടെയും പിന്നിലുള്ളത് ആരാ? ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്, അല്ലേ? ഈ 5 മാറ്റങ്ങളുടെയും പിന്നിലുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. ഇപ്പോൾ പേര് പറയാൻ പോയാൽ ഡോക്ടർ പൽപ്പുവുണ്ട്, കുമാരനാശാനുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, ടി കെ മാധവനുണ്ട്. അതിനുശേഷം പറയുമ്പോൾ അവസാന കണ്ണിയായിട്ട് സി കേശവനുണ്ട്. ഇവരാണ് പ്രധാനമായിട്ടും ഈ 5 മാറ്റങ്ങളുടെ പ്രക്ഷോഭണത്തിൽ. ഓർക്കുക, മലയാളിയുടെ നമ്മുടെ ആധുനിക പരിവർത്തനത്തിലേക്കുണ്ടായിരിക്കുന്ന മുഴുവൻ മാറ്റങ്ങളുടെയും ബീജമെന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. ഈ കനം വല്ലതും ഇന്ന് നമുക്കുണ്ടോ? ഈ കനത്തേക്ക് അഭിനവ കാലഘട്ടത്തെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാതെ പോയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാരെക്കുറിച്ചുള്ള വ്യക്തമായൊരു പഠനഗതി നമുക്കില്ലാതെ പോയതുകൊണ്ടാണ്. അതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സഹോദര സമുദായങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുക, ഈ ത്യാഗനരനായിട്ടുള്ള ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്ത ആളാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ അവസാനത്തെ പൊതുചടങ്ങ് നടന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? ഡോക്ടർ പൽപ്പു SNDP യോഗത്തിൽ ഒരു പൊതുചടങ്ങത്തിൽ അവസാനം പങ്കെടുക്കുന്ന എവിടെ വെച്ചിട്ടാണെന്നറിയോ? നമ്മുടെ നാഗമ്പടത്ത് വെച്ചിട്ടാണ്. നാഗമ്പട ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നടന്ന SNDP യോഗത്തിൻ്റെ ഒരു വാർഷിക പൊതുയോഗത്തിലേക്ക് ടി കെ മാധവൻ പോയി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന വികാരഭരിതമായ മുഹൂർത്തമുണ്ട്. നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം പൽപ്പു ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിലും ഡോക്ടർ പൽപ്പുവിനെ പോയിട്ട് അവിടെ പോയി താമസിക്കുക, ഡോക്ടർ പൽപ്പുവിൻ്റെ വസതിയിൽ പോയി താമസിച്ച് 2 ദിവസം അവിടെ താമസിച്ച് ഡോക്ടർ പൽപ്പുവിനെ ഒന്ന് സോപ്പിട്ട് ആ നാഗമ്പടത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാനായിട്ടുള്ള ടി കെ മാധവനൊക്കെ നടത്തിയ ശ്രമം അത്ഭുതകരമായിട്ടുള്ള, അവാജ്യസുന്ദരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്.
അപ്പം അത് നമ്മുടെ ആ ഡോക്ടർ പൽപ്പു അവസാനം കടന്നു വരുന്നത് അവിടെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ, അവസാനം ഓർക്കുക, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം എഴുതി വെച്ചില്ല. എഴുതി വെച്ചത് മുഴുവൻ നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. ഓർക്കുക, അവസാനം മക്കൾക്കൊക്കെ വലിയ വേദനയായിരുന്നു പൽപ്പുവിനെ ഓർത്തിട്ട്. ഓർക്കുക, ഇത്ര വലിയ സമ്പാദ്യമുണ്ടായിരുന്ന, ഇത്ര വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ തനിക്കുള്ള അവസാനത്തെ സ്വത്ത് വരെ എൻ്റെയും നിങ്ങളുടേക്കും വേണ്ടിയിട്ട് എഴുതി വെച്ച ആളാണ് പൽപ്പു എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞല്ലേ, അവസാനം പറഞ്ഞു, വിൽപ്പത്തത്തിൽ എഴുതില്ലേ, ഞാൻ ഇനിയും ജനിക്കുമെങ്കിൽ അതൊരു ഈഴവനായിട്ട് ജനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. ഈഴ ചെമ്പകത്തിൻ്റെ തണലിലാണ് അദ്ദേഹം കിടക്കുന്നത്. ആ ഈഴ ചെമ്പകമൊക്കെ ഇപ്പം അടിച്ചുകൂട്ടി വാരി വൃത്തിയാക്കുന്നുണ്ട്. ഞാനത് ആദ്യം കാണാൻ പോയപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം കൊടും കാഴ് പിടിച്ച് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. അവിടുത്തെ തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൻ്റെ സമീപത്തെ, ഷൂവിൻ്റെ സമീപത്തെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ശവകുടീരം എന്ന് പറഞ്ഞു. അത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി, കാരണം നമ്മൾ പൽപ്പുവിനെ തിരിച്ചറിയാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് ഡോക്ടർ പൽപ്പു SNDP യൂണിയനിൽ പോയിട്ട് ഞാനൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന SNDP യോഗത്തിൻ്റെ ഒരു നേതാവ് അദ്ദേഹം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു ദിവസം 5-6 തവണ ഇതിൻ്റെ വാതിക്കൽ കൂടെ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു തൊപ്പി വെച്ച അപ്പൂപ്പൻ്റെ പടം കാണാറുണ്ട്, ഒരു വടിയൊക്കെ ആയിട്ട്. പക്ഷേ ഇങ്ങനെ ഇത്ര വലിയ മനുഷ്യനാണെന്ന് ആദ്യമായിട്ട്, കാരണം വിവരമില്ലാത്ത ആളൊന്നുമല്ല, വളരെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായൊക്കെ നിൽക്കുന്ന മനുഷ്യനെ. പക്ഷേ പൽപ്പുവിനെ അറിയില്ല, പൽപ്പു എന്താണെന്ന് പോലും അറിയില്ല. എന്നിട്ടും സംഘടനയിൽ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൽപ്പുവിൻ്റെ ഹൃദയം, കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമസ്ത രംഗങ്ങളിലും മാതൃകയാക്കാവുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് പൽപ്പുവാണ്. ആ പൽപ്പുവിൻ്റെ ഹൃദയം ഉണ്ടായാൽ നമ്മളൊരു ശാഖയുടെ സെക്രട്ടറി ആയാൽ, അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് നമ്മൾ കടന്നു വന്നാൽ മറ്റൊരു മാനസികാവസ്ഥയായിരിക്കും. ഓർക്കുക, ഹൈ പൊസിഷനിൽ ബാംഗ്ലൂർ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അധികാരി പൽപ്പുവിനോട് പറയുന്നത്, എന്താ ഈ റോഡൊന്ന് ടാർ ചെയ്യണമെന്ന്. പൽപ്പു പറഞ്ഞതിന് മുമ്പ് ടാർ ചെയ്ത് കൊടുത്തു. പക്ഷേ ടാർ ചെയ്തതിൻ്റെ പിറ്റേന്ന് ബില്ലുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആൾ ചെന്നു. പുള്ളി ഞെട്ടിപ്പോയി. ഇവിടെ ഭരിക്കുന്ന എൻ്റെ വീടിൻ്റെ വസതിയിലേക്കുള്ള റോഡ് ടാർ ചെയ്തതിന് ബില്ലുമായിട്ട് വരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, ഇത് അങ്ങയുടെ സ്വകാര്യ വസതിയിലേക്കുള്ള വഴിയാണ്, ഇത് പൊതുജനത്തിൻ്റെ ഖജനാവിൽ നിന്ന് പോകുന്ന പണമാണ്, അതിന് തീർച്ചയായിട്ടും അങ്ങ് അവകാശമാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പൽപ്പു ഭരിക്കണമായിരുന്നു ബാംഗ്ലൂർ. അടുത്ത അധികാരിയാവേണ്ട ആൾ ഒരൊറ്റ കേസിലാണ് അധികാരം കിട്ടാതെ പോകുന്നതൊക്കെ. അപ്പം അത്രയും വലിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഒരിക്കലും ബറോഡ രാജാവ് പറഞ്ഞു, പൽപ്പുവിനെ മലയാളി മറന്നാലും ഞങ്ങൾ മറക്കത്തില്ല എന്ന് പറഞ്ഞു. പൽപ്പുവിനെ നിങ്ങളൊക്കെ മറക്കുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. കാരണം അത്ര നിസ്വാർത്ഥതയുടെ സ്വരൂപമായിരുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മാതൃകയാണ് മഹാനായിട്ടുള്ള ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. അപ്പം അടുത്തത് സഹോദരൻ അയ്യപ്പൻ. ഈ അയ്യപ്പന് BA ആകുന്നതിന് പിന്നില്ല, നമ്മൾ അന്നേരമാണ് ഇതിൻ്റെയൊക്കെ ഒരു, അയ്യപ്പൻ ഒരു വലിയ നിരീശ്വരവാദിയായിരുന്നു. അയ്യപ്പൻ നിരീശ്വരവാദിയായിട്ടിരിക്കുമ്പോൾ ഈ മഹാനായ സഹോദരൻ അയ്യപ്പൻ, ഞാൻ പറയുന്നത് MK സാനുമാഷ് തന്നെ, നിരീശ്വരവാദിയായ സാനുമാഷ് തന്നെ അടുത്ത് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ സഹോദരൻ അയ്യപ്പന് BA കാരനാകണമെന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ BA കാരനാകുവാൻ വേണ്ടിയിട്ട് തീർച്ചയെടുക്കുമ്പോഴാണ് അവസാനം പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പോയി. BA കാരനാകാൻ പഠിക്കാൻ മദ്രാസിൽ പോയപ്പോൾ ഒരു ദിവസം സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിൽ പലപ്പോഴും ചെല്ലാറുണ്ടായിരുന്നു ഗുരുദേവൻ. കാരണം അയ്യപ്പൻ്റെ ജ്യേഷ്ഠൻ ഗുരുദേവൻ്റെ സഹശിഷ്യനായിരുന്നു, സതീർത്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയണ്ട, അയ്യപ്പ ആണ്ട് ഗുരുദേവൻ വന്നിട്ടുണ്ടോ, പോയി നമസ്കരിക്കാൻ. ഈ അയ്യപ്പൻ പോയി നമസ്കരിക്കുകയല്ലായിരുന്നു. അയ്യപ്പന് ഇഷ്ടമല്ല, കാരണം സന്യാസിയായ ഒരുത്തൻ്റെ മുമ്പിൽ പോയിട്ട് പാദ നമസ്കാരം നടത്താനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന് അയ്യപ്പൻ അറിയാം. അതുകൊണ്ട് അയ്യപ്പൻ പോവുകയില്ലായിരുന്നു. അവസാനം മദ്രാസിൽ പഠിക്കാൻ ചെന്നപ്പോൾ അയ്യപ്പനോട് പറയടാ, നിൻ്റെ നാട്ടിൽ നിന്നൊരു ഗുരു വന്നിട്ടുണ്ട്. എവിടെയാ? നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. എന്തിനാ? ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. മഹാഗുരു ഒരിക്കൽ അവിടെ എഴുന്നള്ളുക. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അയ്യപ്പൻ കൂടെ പോയത്. അയ്യപ്പൻ അവിടെ ചെന്നിട്ടും ഗുരുവിനെ വേണ്ട പോലെ നമസ്കരിക്കാനോ മൈൻഡ് ചെയ്യാനോ തയ്യാറായില്ല. പക്ഷേ ഗുരുദേവൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മടങ്ങിപ്പോരുന്നോ, തൊട്ടുപുറകെ അസുഖം ബാധിച്ചിട്ട്, വയറ്റിൽ അസുഖം ബാധിച്ചിട്ട് അയ്യപ്പൻ തിരിച്ചു പോയിട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ BA കാരനാകുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അയ്യപ്പന്. പക്ഷേ സാധിക്കില്ല. അതിനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു. അവസാനം എല്ലാവരും പറഞ്ഞിട്ട് ആ ചെറായിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന ദിവസം വരുന്നുണ്ട്, ഗുരുദേവനെ പോയി നീ ഒന്ന് കാണാൻ പറഞ്ഞു. അവസാനം നിർബന്ധം കൊണ്ട് സഹിക്കാൻ വയ്യാതെ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ അഭിമാനം സമ്മതിക്കുന്നില്ല ഗുരുദേവനോട് സംസാരിക്കാൻ. എന്താ? എന്നെ പഠിക്കാൻ സഹായിക്കണമെന്ന് പറയാൻ. അപ്പോൾ അവിടെ വെച്ച് കണ്ടൊരു കാഴ്ച തന്നെ അയ്യപ്പന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗുരുദേവനെ കാണാൻ വന്ന ഒരാൾ
പഴവുമായിട്ട് കൂഴച്ചക്കയുമായിട്ട് അവിടെ വന്നു. കൂഴച്ചക്കയുടെ പഴവുമായിട്ട് ഗുരുദേവൻ അത് ഭക്ഷിച്ചു. അത് ഭക്ഷിച്ചിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചു. പറഞ്ഞു മക്കളില്ല. അപ്പോൾ പറഞ്ഞു 2 മക്കളുണ്ടാകുമല്ലോ എന്നാണ് പറഞ്ഞു വിട്ടത്. അയ്യപ്പനിതൊന്നും പിന്നീട് 2 മക്കളവർക്കുണ്ടായി. അപ്പം അയ്യപ്പനിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അയ്യപ്പൻ വളരെ ഗൗരവത്തിലിരിക്കുന്ന സമയത്താണ് അയ്യപ്പനോട് മഹാഗുരു പറയുകയാണ്, വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ടല്ലേ, വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുക അല്ലേ അയ്യപ്പൻ്റെ എന്ന് ചോദിച്ചു. അയ്യപ്പൻ ഞെട്ടിപ്പോയിടാ, ഇത് എൻ്റെ മനസ്സെങ്ങനെയാണ് ഈ പുള്ളി അറിഞ്ഞതാ. എന്നിട്ട് അയ്യപ്പനോട് പറഞ്ഞു, നമ്മെ വന്നൊന്ന് കാണാനേ പറഞ്ഞുള്ളൂ, നാം ഇവിടെ അടുത്ത് ആലുവ അദ്വൈതാശ്രമത്തിലുണ്ട്, നമ്മെ വന്നൊന്ന് കാണൂ അയ്യപ്പ എന്നാണ് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനോട്. അയ്യപ്പന് ഇഷ്ടപ്പെട്ടില്ല. കാരണം തൻ്റെ ഈ വലിയ സ്വതന്ത്രമായ ഭൗതികവാദത്തിനെതിരായി കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ പോയില്ല. പക്ഷെ നിവൃത്തിയില്ല. അവസാനം BA-ക്കാരനാകാനൊരു മാർഗം ഗുരുവേ ഉള്ളൂ. അവസാനം സഹോദരൻ അയ്യപ്പൻ തിരക്കി ചെല്ലുക. ആരെയാ? ഗുരുദേവനെ തിരക്കി ആലുവയിൽ ചെന്നപ്പോൾ പറയുക, തൃപ്പാദങ്ങൾ ആലുവയിൽ നിന്ന് പോയി. എങ്ങോട്ടേക്കാണ് പോയത്? അത് പളനിക്കടുത്ത് ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അവിടേക്ക് പോവുക. അവസാനം ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവനെ അന്വേഷിച്ച് അയ്യപ്പൻ പോവുക. അവിടെ ചെന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അയ്യപ്പനെ നേരെ നോക്കുകയല്ലേ ഇന്ന്. അയ്യപ്പനോട് പറയുകയാണ്, എന്താ പറയുന്നത്, നമുക്ക് അരിയുപ്പുറം എത്ര പ്രിയങ്കരമായിരുന്നുവോ, മരുത്വാമല എത്ര പ്രിയങ്കരമായിരുന്നുവോ, അതുപോലെ ഈ പുണ്യഭൂമിയും നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് ആകർഷിച്ചിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ അയ്യപ്പൻ വന്ന കാര്യം എന്താണെന്ന് ഗുരുവിനറിയാമല്ലോ. ഗുരു പറഞ്ഞെന്താണെന്നറിയാമോ? നാം ഒരു കത്ത് എഴുതിത്തരാം. അയ്യപ്പനൊരു കാര്യം ചെയ്യൂ, ഇത് അങ്ങ് കമലാലയം ബംഗ്ലാവിൽ കുമാരനുണ്ടായിരിക്കും. ആരാ? കുമാരനാശാന് കൊടുക്കൂ. ഗുരുവിൻ്റെ കായിക്കരയിലെ കുമാരുവിനെയും പേട്ടയിലെ പൽപ്പുവിനെയും ബാംഗ്ലൂരിൽ വെച്ച് കണ്ണി ചേർക്കുന്നത് പോലെ ആ കണക്ഷനിലേക്ക് ഗുരു കൊണ്ടുവരും. ആരാ? അയ്യപ്പൻ ഈ കത്തുമായിട്ട് എവിടെ ചെല്ലണം? അങ്ങ് കമലാലയം ബംഗ്ലാവിൽ ചെല്ലണം. കമലാലയം ചെന്നിട്ട് കുമാരനാശാൻ ഈ കത്ത് വായിക്കുന്നുണ്ട്, അയ്യപ്പൻ്റെ കത്ത്. കുമാരനാശാൻ കരയുക. കാരണം എന്തിനാ എങ്ങോട്ടാണെന്ന് പറയാതെ കുമാരനെയും പിടിച്ചുകൊണ്ട് പണ്ട് ട്രെയിൻ യാത്ര നടത്തി ഗുരു പൽപ്പുവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ആ പൽപ്പുവിൻ്റെ അടുത്ത് പോയതുകൊണ്ടാണ് കുമാരനാശാന് കൊൽക്കത്തയിൽ പോയി പഠിക്കാൻ കഴിഞ്ഞത്. രാജേന്ദ്ര സംസ്കൃത യൂണിവേഴ്സിറ്റി പോയിട്ട് സംസ്കൃതം പഠിക്കാൻ കഴിഞ്ഞത്, കൊൽക്കത്തയിൽ പഠിക്കാൻ കഴിഞ്ഞതെല്ലാം പൽപ്പുവിൻ്റെ ഗ്രാൻഡ് കൊണ്ടാണ്. അതേ ഗ്രാൻഡിലേക്ക് കുമാരൻ കഴിവുള്ളവനായപ്പോൾ അടുത്തയാളെ ഗുരു പറഞ്ഞു വിടുക, അയ്യപ്പൻ ഈ പ്രസ്ഥാനം ചെറുതല്ല, നമ്മളിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ ഈ ഓരോ ശിഷ്യന്മാരെയും ശ്രീനാരായണ ഗുരുദേവൻ ഈ കണ്ണിയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് ചരിത്രം വെറുതെ ഒന്ന് വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അവിടെയാ അങ്ങേ തിരുവുള്ളൂറിയ ഒരു അൻപിന്മിനി യോഗം നമുക്ക് മനസ്സിലാവുക. അപ്പം അങ്ങനെയാണ് അയ്യപ്പൻ BA-ക്കാരനാവുന്നത്. എന്നിട്ടും അയ്യപ്പൻ യുക്തിവാദം വിട്ടില്ല. പക്ഷേ അവസാനം എല്ലാ വാദങ്ങളും മാറ്റിവെക്കേണ്ടി വന്നു. ആരുടെ മുമ്പിലാണ്? ഗുരുവിൻ്റെ മുമ്പിൽ. അത് വേറൊരു സത്യം. ഈ സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായിരുന്നുവെന്ന് അറിയാത്തവരുണ്ടായിരുന്നു. ഈ മന്ത്രിമാർക്കൊക്കെ കണ്ടെത്താൻ കഴിയുന്ന 1-2 പാഠങ്ങൾ അതിലുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ തിരുക്കൊച്ചിക്ക് ഗോശ്രീ എന്ന് പറയുന്ന പദ്ധതി നൽകിയത് ഈ സഹോദരൻ അയ്യപ്പനാണ്. ഗോശ്രീ പാലത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് സത്യത്തിൽ സഹോദരൻ അയ്യപ്പനാണ്. അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ഈ MG റോഡ് എന്ന് പറയുന്ന കൊച്ചിയുടെ ജീവനാഡിയായിട്ടുള്ള റോഡ് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫയലുമായിട്ട് വന്നപ്പോൾ IAS ഉദ്യോഗസ്ഥൻ മന്ത്രിയായ അയ്യപ്പനോട് പറഞ്ഞു, സാറേ ഈ ഫയൽ എത്രയും പെട്ടെന്ന് മടക്കി അയക്കണം. ഉടനെ IAS-കാരനോട് അയ്യപ്പൻ ചോദിച്ചു, അതെന്താ മടക്കി അയക്കേണ്ടത്? സാറേ ഈ വീട് വന്നാൽ, ഈ റോഡ് ഇത്ര വീതിയിൽ വന്നാൽ, സഹോദരൻ അയ്യപ്പന് ഭ്രാന്താന്ന് പറയുന്നത്. ഇന്ന് കൊച്ചി ഉണ്ടായത് ഈ അയ്യപ്പൻ കാരണമാണ്. അന്ന് ഇത്രയും വീതിയിൽ എന്തിനാണ് ഈ റോഡ്? കൊച്ചിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു റോഡ്? ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നത് അയ്യപ്പനെ കുറിച്ചിട്ട്. അയ്യപ്പൻ പറഞ്ഞു, ഈ റോഡ് പണിയണം. ഈ റോഡ് പണിയുമ്പോൾ ആദ്യം പോകുന്ന വീട് അയ്യപ്പൻ്റെ വീടാണ്. എൻ്റെ വീട് പോകുന്നതല്ല പ്രധാനം. അയ്യപ്പൻ്റെ വീടിൻ്റെ ആദ്യത്തെ 5-6 മുറികൾ മധ്യേ കൂടിയാണ് MG റോഡ് തുടങ്ങുന്നത്. സഹോദരൻ അയ്യപ്പൻ റോഡ് എഴുതി ബോർഡ് അവിടെയുണ്ട്. അപ്പോൾ ആ റോഡ് വരുന്നത് എൻ്റെ വീട് പോകുന്നതല്ല പ്രധാനമെന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ വികസനമെന്ന് അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം ഉള്ളത്, കൊച്ചി മെട്രോ കൊച്ചിയായി മാറിയത്. ആരെങ്കിലും പറയുമോ? ആരും പറയില്ല. അതുവഴിയാണ് കുമാരനാശാന് കത്തെഴുതി ഗുരുദേവൻ കൊടുത്തുവിട്ട് കായിക്കരയിൽ നിന്ന് വിട്ട അയ്യപ്പൻ BA-യുടെ മഹത്വം എന്ന് പറയുന്നത്. ഗുരു ഈ കണ്ണിയിലേക്ക് ഇങ്ങനെ കാന്തിക പ്രസരണം പോലെ ഓരോരുത്തരെയും എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളാണ് മഹാനായ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പം ഒരു ദിവസം ബസ്സിൽ കയറിയപ്പം ടിക്കറ്റ് കൊടുക്കാൻ കണ്ടക്ടർ ഇങ്ങനെ ഓടി നടക്കുക. നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയത്ത് ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിക്കുന്ന ആരാന്നറിയാമോ? കേരളത്തിൻ്റെ അന്നത്തെ തിരുക്കൊച്ചിയുടെ
ഗതാഗതമന്ത്രിയായ സഹോദരൻ അയ്യപ്പനാണ്. ഇതാണ് അയ്യപ്പൻ്റെയൊക്കെ കരണീയമായ മാതൃക. പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അനിതര സാധാരണമായിട്ടൊരു മാതൃക. അടുത്തത് ടി കെ മാധവൻ. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തുടങ്ങാൻ കാരണക്കാരനാരാണെന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുദേവൻ്റെ അടുത്ത് ചെന്നിട്ട് അയ്യപ്പൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സ്വാമികളെ, ഏഴകളെ എങ്ങനെയാണ് ഉയർത്തുന്നത്? എന്നെയും നിങ്ങളെയൊക്കെ ഇന്ന് കൊണ്ടുവന്ന് ഈ യൂണിയൻ ഓഫീസിൻ്റെ 3-ാം നിലയിൽ നിർത്തുന്നത് എങ്ങനെയെന്ന് ആ ചോദ്യം ഗുരുദേവനോട് ടി കെ മാധവൻ ചോദിക്കുക. ആ ടി കെ മാധവനോട് ചോദിക്കുമ്പോൾ ഗുരുദേവൻ ടി കെ മാധവന് കൊടുക്കുന്ന ഉത്തരമുണ്ട്, അക്ഷരം ബ്രഹ്മപരമം, ക്ഷരമില്ലാത്തത് അക്ഷരങ്ങൾക്ക് മാത്രമാണ് മാധവ. അതുകൊണ്ട് എന്തു ചെയ്യണം? ആ അക്ഷരങ്ങളിലൂടെ ഈ സമൂഹത്തെ ഉയർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടി കെ മാധവൻ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തുടങ്ങിയത്. ആ ദേശാഭിമാനിയിൽ അന്ന് ടി കെ മാധവൻ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുണ്ട്. അതെല്ലാം ഈഴവ സമുദായത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ചാണ്. സർക്കാരിൻ്റെ ഓരോ ഓഫീസിലും, അതായത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, കളക്ട്രേറ്റിൽ ഈഴവർക്ക് എത്ര പ്രാതിനിധ്യമുണ്ട്, എത്ര പ്രാതിനിധ്യം കുറവുണ്ട്, എല്ലായിടത്തും ഉണ്ടോ, എല്ലായിടത്തും പൂജ്യമാണ്, ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായ ലേഖനങ്ങൾ എഴുതി. ഗുരുദേവൻ ഒരിക്കലും ചോദിച്ചില്ല, ഇവിടെ താനെന്തോടോ മാധവ എൻ്റെ ദർശനം പഠിച്ചിട്ട് ഈഴവൻ എന്ന് എപ്പോഴും പറയുന്നെന്ന്. കാരണം അയാൾ മോശക്കാരനൊന്നും അല്ല. 17 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മാവന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ അന്നത്തെ നിയമസഭയിൽ പോയ ആളാണ് ടി കെ മാധവൻ. ആ ടി കെ മാധവൻ അന്ന് പോയിട്ട് പ്രസംഗിച്ചത് ദ ഡിസബിലിറ്റീസ് ഓഫ് ഈഴവാസ് ഇൻ ട്രാവൻകൂർ, തിരുവിതാംകോട്ടെ ഈഴവരുടെ സർക്കാർ സർവീസിലുള്ള ലഭിക്കേണ്ട അംഗീകാരങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ നിയമസഭ ഇരുന്നവർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന കാര്യം എന്താ? ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ആ ഇംഗ്ലീഷ് ഭാഷയിൽ ടി കെ മാധവൻ സംസാരിച്ചത് അദ്ദേഹത്തിന് 6th ഫോറത്തിൽ പഠിക്കുമ്പോഴാണ്. 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മാധവൻ അന്നത്തെ നിയമസഭയിൽ പോയിട്ട് പ്രസംഗിച്ചത്. പക്ഷെ മാധവനോട് ഗുരുദേവൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം എന്താ? സാമൂഹ്യ സമത്വം ഉണ്ടാവണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇന്ന് നമുക്കതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്, ഇപ്പോൾ കെ സുധാകരനെ KPCC പ്രസിഡന്റ് മാറ്റി, പകരം വന്നതൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ. വെള്ളാപ്പള്ളി പറയുമ്പോൾ നമുക്ക് ഇയാൾക്കൊന്നും വേറൊരു പണിയില്ല, ജാതി പറയുന്നു. ആ ജാതി പറയേണ്ടിടത്ത് ഇന്നലകളിൽ നമുക്ക് ജാതി പറയാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയെത്തി. അത് ഗുരുധർമ്മത്തിനെതിരല്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഗുരുധർമ്മത്തിനെതിരാണെന്ന് ധരിച്ചവരാണ്. പക്ഷേ അത് നമ്മുടെ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ അല്ലെങ്കിൽ സന്യസ്ത ശിഷ്യന്മാരുടെ ചരിത്രം വേണ്ടവണ്ണം പരതാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. കാരണം ശക്തമായിട്ടുള്ള ഈ ജാതീയവാദം തന്നെയാണ് ദേശാഭിമാനിയുടെ ഓരോ പേജിലും അച്ചു നിരത്തിയത്. എനിക്ക് പറഞ്ഞാൽ മലയാളിയെ വായന സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് തന്നെ ശ്രീനാരായണ സമൂഹം തുടങ്ങിയ പത്രങ്ങളിലൂടെയാണ്. SNDP യോഗം ആരംഭിച്ച 1ാമത്തെ വാർഷികത്തിൽ തന്നെ നമുക്കൊരു മുഖപത്രം ഉണ്ടായി. ഏതായിരുന്നു ഇതിൻ്റെ പേര്? വിവേകോദയം ഉണ്ടായി അല്ലേ? വിവേകോദയം എന്ന് പറയുന്ന പത്രമുണ്ടായി. അപ്പം അതിനുശേഷം സുജനാനന്ദിനി എന്ന് പറയുന്ന പത്രം ഉണ്ടായി. കേരളകൗമുദി ഉണ്ടാകാൻ കാരണം സുജനാനന്ദിനിയുടെ പ്രസ് ഓഫീസ് കത്തിക്കുക, ഇവിടുത്തെ വർഗീയവാദികൾ കത്തിക്കുമ്പോഴാണ് പിന്നീടാണ് കേരളകൗമുദി എന്ന് പറയുന്ന പത്രം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അതുപോലെ തന്നെ സഹോദരനയ്യപ്പന് ഒരു പത്രം തുടങ്ങിയിരുന്നു. ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പത്രം തുടങ്ങിയത് സഹോദരനയ്യപ്പനാണ്. അപ്പോൾ ആ പത്രം തുടങ്ങിയത് സഹോദരനയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഭാഷയെ ജനകീയമാക്കിയത് മലയാളക്കരയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. മലയാളിയെ വായനയുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വായനാ ദിനമൊക്കെ ആചരിക്കുന്നുണ്ട് ഒരു പണിക്കരുടെ പേരിൽ. ആ പണിക്കരൊന്നുമല്ല, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. അത് ആശാനിൽ തുടങ്ങുന്നു, പൽപ്പൂരിൽ തുടങ്ങുക. അവർ തന്നെയാണ് ആ വായനയുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നത്. സത്യത്തിൽ കലാരൂപങ്ങൾ കേരളത്തിൽ ജനകീയമാക്കിയതാകില്ല. ഞാൻ ആദ്യം പറഞ്ഞു, സാംസ്കാരികമായി, സാമൂഹ്യമായിട്ട്, കലാപരമായിട്ട്, കായികപരമായിട്ട് മലയാളിയെ ആ മേഖലകളിലൊക്കെ ജനകീയമാക്കുന്നത് ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. നമുക്കറിയാലോ, ഇപ്പോൾ 100 വർഷമായി കഥാപ്രസംഗം എന്ന കലയുണ്ടായിട്ട്. ആ കഥാപ്രസംഗം ഉണ്ടായത് അതുകൊണ്ടാണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ വായിക്കാത്ത കേരളകൗമുദിയുടെ സപ്ലിമെൻറ്റിലൊക്കെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അവർ. എന്താ ഈ കഥാപ്രസംഗം ഉണ്ടായത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കുന്നത് കേൾക്കാൻ ആരും വരില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം അപരിഷ്കൃതമായൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തെ എങ്ങനെ ഇവിടെ കൊണ്ട് ഇരുത്തും? അപ്പോൾ അതിനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഗുരുവിൻ്റെ അനുജ്ഞയിൽ നിന്ന് മനസ്സിലായി, പൽപ്പുവിനും മാധവനും കുമാരനാശാനും ഒക്കെ മനസ്സിലായി അതിനുള്ള ഉപാധിയായിട്ടാണ് കലാരൂപൻ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കഥാരൂപം, ഹരികഥാരൂപത്തെ മാറ്റി അത് ജനകീയവൽക്കരിച്ചു. ആ ജനകീയവൽക്കരിച്ച് ആരംഭിച്ച അതിൻ്റെ രൂപമാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാതികൻ്റെ പേര് TR സത്യദേവൻ എന്നാണ്. വാരാപ്പുഴക്കാരനാണ്. നമ്മുടെ വാരാപ്പുഴ എന്ന് പറയുന്ന എറണാകുളത്തിന് സമീപം തെക്കൻ പരവൂരിനടുത്തുള്ള വാരാപ്പുഴയിൽ ജനിച്ച
TR സത്യദേവനാണ് മലയാളത്തിലെ ആദ്യത്തെ കാഥികൻ. ആ കാഥികൻ ഉണ്ടായപ്പോൾ ആദ്യം അവതരിപ്പിച്ച കഥയെന്ന് പറയുന്നത് ചണ്ടാലഭിഷികയാണ്. നമ്മുടെ കുമാരനാശാൻ്റെ ചണ്ടാലഭിഷികി. ആ ചണ്ടാലഭിഷികയ്ക്ക് ബാലസമുദായത്തിൻ്റെ നേതാവായിരുന്ന പണ്ഡിറ്റ് KP കറുപ്പനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഗുരുവിൻ്റെ നിർദ്ദേശം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഗുരു എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ നടന്നടിപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരിലൂടെ. അതിലെ പ്രധാനമാണ് ചണ്ടാലഭിഷികി എന്ന കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചത് പൽപ്പുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ കലയുടെ ആ ഒരു സാംസ്കാരിക ബോധത്തിലേക്ക് മലയാളി ജനകീയമായിട്ട് നടന്നെടുക്കുന്നതും ഗുരുദേവൻ്റെ ശിഷ്യന്മാരിലൂടെയാണ്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭണത്തെ നയിച്ചു. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൗരസമത്വവാദം എന്ന് പറയുന്നത്. അത് നടന്നത്, അതിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഈ തിരുനക്കര തിരുനക്കരയിലെ ആ മൈതാനത്ത് വെച്ചിട്ട് TK മാധവൻ പ്രസംഗിക്കാൻ വരിക. അല്ല, സിൽക്ക് ജുബ്ബയൊക്കെ ഇട്ട് വരുമ്പോൾ അന്ന് നമ്മുടെ TK മാധവൻ അവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഏതാണ്ട് 5000-ൽ പരം ആളുകൾ അവിടെ ഉണ്ടായിരുന്നവർ നമ്മുടെ ഈ തിരുനക്കര മൈതാനത്ത്. അപ്പോൾ അതിന് അധ്യക്ഷനായിട്ടിരുന്നത് നമ്മുടെ മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അപ്പോൾ ആ വർഗീസ് മാപ്പിള അവിടെ പ്രസംഗിച്ചു. നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭൂസിപ്പട്ടെന്ന് പറയുന്നത് TK മാധവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിരുന്നു മദ്യവർജനം. പിന്നെ നമുക്കറിയാം മദ്യവർജനം എങ്ങനെ നടപ്പിലാക്കണമെന്ന് മലയാളിയല്ല ലോകത്തിന് മാതൃകയാണ് TK മാധവൻ എന്ന് പറയുന്നത്. ആ TK മാധവൻ നടത്തിയ മദ്യവിരുദ്ധ പ്രക്ഷോഭണങ്ങൾ, കാരണം ആദ്യമായിട്ട് ഈ ബുക്കിലെറ്റുകൾ അടിച്ച് വിതരണം ചെയ്യുന്നത് TK മാധവനാണ്. നമ്മളിന്ന് ഈ ബന്ദിക്കോസുകാരൊക്കെ ബുക്കിലെറ്റ് അയച്ചു വിടുമല്ലോ, ഈ മാതൃക മലയാളി ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് TK മാധവനാണ്. അപ്പോൾ അതിന് കണക്ക് തന്നെയുണ്ട് കൃത്യമായിട്ട്. ഞാൻ ഇപ്പം നമ്പർ ഓർക്കുന്നില്ല. ഇത്ര ലെറ്റർ അദ്ദേഹം അടിച്ച ബുക്കിലെറ്റുകൾ, അദ്ദേഹം അടിച്ച ചെറിയ കൈപ്പുസ്തകങ്ങൾ, അതെല്ലാം ഇങ്ങനെ കേരളം മുഴുവൻ വിതരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുയായികളും പോയിട്ട് വിതരണം ചെയ്തു. നിസ്സാരക്കാരനൊന്നും അല്ല. അദ്ദേഹം നടത്തിയ പ്രക്ഷോഭണം പോലെ ഒരു ചരിത്രപരമായിട്ടുള്ള മദ്യനിരോധന പ്രക്ഷോഭണം ലോകത്തെങ്ങും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പ്രക്ഷോഭണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം അറിയുന്നത്. TK മാധവനെ കുറിച്ചിട്ട്, അതായത് കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ലക്ഷണമൊത്ത ജീവചരിത്രമായിട്ട് സാഹിത്യകാരന്മാർ പറയുന്നത് TK മാധവനെക്കുറിച്ച് PK മാധവൻ എഴുതിയ ജീവചരിത്രമാണ്. അത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ സാറേ? നമ്മുടെ ഇല്ല. TK മാധവനെക്കുറിച്ച് PK മാധവൻ എഴുതിയിട്ടുള്ള ജീവചരിത്രമുണ്ട്. അത് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള സാഹിത്യ ചരിത്രത്തിലെ ലക്ഷണമൊത്ത ജീവചരിത്രമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് TK മാധവനെക്കുറിച്ച് PK മാധവൻ എഴുതിയ ജീവചരിത്രമാണ്. അപ്പം അന്ന് ഈ മദ്യനിരോധന സമരമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നത് തൻ്റെ ഏറ്റവും അടുത്ത അനുയായിനെ വന്ന കമ്പിയുടെ തെറ്റുകൊണ്ടാണ്. അദ്ദേഹത്തിന് കമ്പി വരുന്നു, കമ്പിയിൽ പറഞ്ഞതനുസരിച്ച് ഇന്ന അനുയായിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ ജയിലിലിട്ടിരിക്കുന്നു പറയുന്നത്. അദ്ദേഹം ഷേവ് ചെയ്ത് പകുതിയാകുമ്പോഴാണ്, മീശ പകുതിയാകുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. ആ വേഷത്തിൽ, ആ ഷേവ് ചെയ്ത രൂപത്തിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തൻ്റെ അനുയായിയെ മോചിപ്പിച്ചു എന്ന് പറയുന്നത്. നല്ല ഗംഭീരമായ ആളാണ് അല്ലേ? നമ്മുടെ തിരുവാർപ്പുകാരെങ്കിലും ഉണ്ടോ? കൊച്ചുപാലത്തിൻ്റെ അടുത്തല്ലേ TK മാധവൻ വന്നിറങ്ങിയ ചരിത്രം അറിയത്തില്ലേ? ആ കൊമരോത്തുനിന്ന് ഒരു കൊതുമ്പ് വള്ളത്തെ 3 പേരും ഉണ്ടായിരുന്നു. കൊതുമ്പ് വള്ളത്തിൽ അവിടുന്ന് കയറി വന്ന് പറഞ്ഞു, മിസ്റ്റർ മാധവൻ, ഞങ്ങൾക്ക് തിരുവാർപ്പിൽ വഴി നടക്കാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ കൂടെ കയറാനായിരുന്നില്ല, ആ വഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ലെന്ന് വരണമെന്ന് പറഞ്ഞു. TK മാധവൻ്റെ കൂടെ അന്ന് 100ഓളം ആളുകളാണ് തിരുവാർപ്പിൽ നിന്ന് ചെന്നത്. 100ഓളം ചെറുപ്പക്കാർ ചെന്ന് നമ്മുടെ കുമരകത്ത് വന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ TK മാധവൻ്റെ അടുത്തേക്ക് ചെന്നു. TK മാധവൻ പറഞ്ഞു, ഞാൻ വരില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എന്താണെന്നറിയാമോ? സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാം ഇറങ്ങിയപ്പോൾ നമ്മുടെ കുമരകത്ത് നിന്ന് ഒരു കൊതുമ്പ് വള്ളത്തെ കയറി അവരിങ്ങനെ യാത്ര ചെയ്ത് കൊച്ചുപാലത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങി. കൊച്ചുപാലത്തിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കാച്ചട്ട പോലീസുകാരൻ അവിടെ ഇരിക്കുക. കാച്ചട്ട പോലീസുകാരൻ ചോദിച്ചു, ആരാ? ഞാൻ മാധവൻ, SNDP യോഗത്തിൻ്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞു. അപ്പോൾ TK മാധവൻ നടക്കാൻ വയ്യ. കാര്യം എന്താ? കാസാരോഗമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഛർദ്ദിച്ചവനാണ് മാധവൻ. നമ്മുടെ യുവാക്കൾക്കൊന്നും അറിയില്ല. അപ്പോൾ ആ മാധവൻ അവിടെ വന്ന് നിന്നപ്പോൾ പറഞ്ഞു, എന്താ കാര്യം? എനിക്ക് ഈ വഴിയിലൂടെ നടക്കണമെന്ന് പറഞ്ഞു. ഉടനെ TK മാധവനോട് പറഞ്ഞത് നടപ്പില്ല, നിങ്ങളുടെ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ ഇതിൽ നടക്കാമെന്ന് ചോദിച്ചപ്പോൾ TK മാധവൻ തിരിച്ചയാളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഞാനിതിൽ നടക്കാൻ പാടില്ല എന്ന്. അത് നാട്ടു നടപ്പാണ്, അത് സംരക്ഷിക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് പോലീസുകാർ പറഞ്ഞു. അപ്പോൾ ആ കാറ്റട്ട പോലീസുകാരോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ആകെയുള്ള ആയുധം ഈ വടിയാണ്, ഊന്നുവടി. അത് അയാളുടെ കൈ കൊടുത്തിട്ട് മാധവൻ ഒരൊറ്റ നടപ്പായിരുന്നു. അവിടെയാണ് TK മാധവന്
ഒരടി കൊണ്ടു. പിന്നീട് കാരണം അടിച്ച് ടി കെ മാധവനെ ആ തിരുവാർപ്പിൻ്റെ തെരുവോരത്തിടുക. അതുകൊണ്ടല്ലേ ഇപ്പം എല്ലാവരും ഈ പറയുന്നവരെല്ലാം തിരുവാർപ്പ് ലഹള അന്ന് നടന്നതുകൊണ്ടാണ് ഇന്ന് ആ വഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞത്. പക്ഷേ അന്ന് പിറ്റേന്ന് ദിവസം പത്രത്തിൽ പോലീസുകാരുടെ ഡയറിയിൽ വന്ന ഒരു കാര്യമുണ്ട്. ഒരു നേതാവിൻ്റെ വാക്ക് കേട്ടിട്ട് അനുയായികളെല്ലാം ഒരേ സ്വരത്തിൽ ആ നേതാവിനോടൊപ്പം ആജ്ഞ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞു. ടി കെ മാധവനെ തല്ലുന്നു എന്ന് കണ്ടപ്പോൾ ആളുകളെല്ലാം കൂടി അങ്ങോട്ട് ഓടാൻ പറഞ്ഞു. പക്ഷേ മാധവൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ഒരാളിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അല്ലെങ്കിൽ വലിയ ഒരുപക്ഷെ ഒരുപാട് പേര് മരിക്കപ്പെട്ടേനെ തിരുവാർപ്പിൻ്റെ മണ്ണിൽ. അതാണ് നേതാവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അതാണ് ടി കെ മാധവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ചു. അന്ന് കേട്ട ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങ് കരഞ്ഞു പോവുക. കാരണം ടി കെ മാധവനെ കുറിച്ച് പ്രസംഗിക്കാനൊന്നും വന്നതല്ല. പക്ഷേ ടി കെ മാധവൻ മരിച്ചപ്പോൾ രണ്ടാളുകൾ വലിയ വിഷമം ഉണ്ടാക്കി. ഒന്നും ഗാന്ധിജിയാണ്. ഗാന്ധിജി അന്ന് ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നപ്പോഴാണ് മാധവൻ മരിക്കുന്നത്. മാധവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗാന്ധിജി അറിയുന്നു ടി കെ മാധവൻ മരിച്ചു. ഗാന്ധിജി പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. മിസ്റ്റർ മാധവൻ മരിച്ചിട്ട് എന്നെ എന്താ നിങ്ങൾ അറിയിക്കാൻ? അനുയായികളോട് ചോദിക്കുക. അനുയായികൾ നെറ്റ് ഇത് ആരുടെ ഈ മാധവൻ? ഓർക്കുക, നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നടന്ന മാധവൻ, ഗുരുദേവനും അതിലൊക്കെ ഒരു കണക്ഷനുണ്ട്. ഓർക്കുക, ഗാന്ധിജി അവിടെ ചെല്ലുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ആരാ? ഗുരു പറഞ്ഞു പഠിപ്പിക്കുക. ആ മാധവൻ അതെല്ലാം കേട്ടിട്ട് പോയി. കാരണം എന്താ? സ്വന്തമായിട്ട് അംബാസഡർ കാർ 3 തിരുവിതാംകൂറിലൂടെ ഓടിക്കടന്നപ്പം അതിലൊരു കാറ് ആലുമൂട്ടി ചാന്നാൻ്റെ കുടുംബത്തിൽ, ഈ മാധവൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. ആ സമ്പന്നതയുമായിട്ട് വന്ന മാധവൻ, ഗുരുദേവൻ പറഞ്ഞു തിരുനെല്വേലി പോയിട്ട് മഹാത്മാഗാന്ധി കാണണം. ഗുരുദേവൻ്റെ അടുത്ത് എന്ന് ചോദിക്കുക. 919 ഗുരുദേവൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ തിരുനക്കര മൈതാനത്ത് നിന്നാണ് പോയത്. തിരുനക്കര മൈതാനത്ത് വന്ന് പ്രസംഗിക്കുന്നത് മാധവൻ. ആ പ്രസംഗം അവർക്ക് മൈക്കില്ലാതെ 5000-ഓളം പേരുടെ മുമ്പ് പ്രസംഗിച്ച ആളാണ് മാധവൻ. പക്ഷേ ടി കെ മാധവൻ്റെ പേരെവിടെ ഉണ്ടോ? ആ മൈതാനത്തിന് ശരിക്കും ഇടേണ്ട പേരെന്താ? ടി കെ മാധവനാ. ആരീ ചരിത്രം പറയാനാ? ആരീ ചരിത്രം മനസ്സിലാക്കാനാ? ആ മാധവൻ്റെ ഒരു ഒറ്റ പ്രസംഗമാണ് പൗരസമത്വവാദം എന്ന് പറയുന്നത്. എന്താ? ക്രിസ്ത്യാനിക്കും മുസൽമാനും ക്രൈസ്തവർക്കും, അതായത് ഹിന്ദു സമുദായത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യാനിക്കും മുസൽമാനും നമ്മുടെ ഈ സർവീസുകളിലെല്ലാം ജോലി കിട്ടാൻ വേണ്ടിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ ദേവസ്വം ഒഴികെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അന്നും ക്രിസ്ത്യാനിക്കും അതുപോലെ തന്നെ മുസ്ലിമിനും വിലക്കുണ്ടായിരുന്നു. ഈഴവൻ ഉൾപ്പെടെയുള്ളവർക്ക് വിലക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അത് നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രക്ഷോഭണമാണ് പൗരസമത്വവാദ പ്രക്ഷോഭണം. വിദ്യാലയങ്ങളിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ആ പ്രക്ഷോഭണം നയിച്ചത് നമ്മുടെ തിരുനക്കര മൈതാനത്ത് നിന്നുകൊണ്ട് ടി കെ മാധവനാണ്. പക്ഷേ ആ ടി കെ മാധവൻ്റെ ശബ്ദമോ ഒരു അനുസ്മരണമോ പോലും നമുക്ക് അവിടെ ഒന്നും നടത്താനായിട്ടോ ഒന്നും സാധിക്കുന്നില്ല. എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, ഒരിക്കൽ ആ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു മീറ്റിംഗ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് വലിയൊരു അനുഭവമായിട്ട് ഞാനിപ്പോഴും കരുതുന്നുണ്ട്. പക്ഷേ മാധവൻ്റെ പേരോ മാധവൻ്റെ മണ്ണോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ആ മണ്ണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വലിയൊരു പ്രാധാന്യം നമ്മുടെ ആ പൗരസമത്വവാദ പ്രക്ഷോഭണത്തെ സംബന്ധിച്ചുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ടി കെ മാധവൻ 924 ഈ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഗുരുദേവനെ ചെന്ന് കാണുന്നു. ഗുരുദേവൻ പറഞ്ഞു, അധികാരമുള്ളവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവകാശങ്ങൾ പിടിച്ചു പറ്റണം മാധവ എന്ന് പറഞ്ഞു. മാധവൻ അറിയില്ല അധികാരമുള്ളവൻ ആരാണെന്ന്. അന്വേഷിച്ചപ്പോൾ മാധവൻ മനസ്സിലായി ഇന്ത്യക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഗാന്ധിജിയാണ്. ആ ഗാന്ധിജി എവിടെയുണ്ട്? തിരുനെൽവേലിയുണ്ട്. മാധവൻ പോയി കാണണം. മാധവൻ സിൽക്ക് ജുബ ഇട്ടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അംബാസഡർ കാറിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തമായിട്ട് എയറോപ്ലെയിനുള്ള വീട്. ആ വീട്ടിൽ നിന്ന് പോകുന്ന മാധവൻ്റെ കയ്യിൽ 5 പൈസയില്ല, 1 രൂപയില്ല. മാധവനാകെ വിഷമിച്ചിട്ട് മാധവൻ കൊല്ലത്തെ ദേശാഭിമാനിയുടെ ഓഫീസിൽ, ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് 915 തുടങ്ങിയ ദേശാഭിമാനിയുടെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. എങ്ങനെ പോകും? എനിക്കാണെങ്കിൽ രോഗമാണ്, എൻ്റെ കൂടെ ഒരു സഹായി ഇല്ലാതെ പോകാൻ കഴിയില്ല. അന്വേഷിച്ചപ്പോൾ കുറേ പൈസ വേണം, ഏതാണ്ട് 37 രൂപയോ മറ്റോ വേണം. കണക്ക് കൂട്ടിയപ്പോൾ ഇത് എവിടെ നിന്നുണ്ടാവാനാ? ഒരു മാർഗവും ഇല്ല. അവസാനം നിരാശനായിട്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ആൾ, മാനേജരായിരുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ മാധവ, ഒരു ചെക്ക് ഒപ്പിട്ട് തന്നാൽ 37 രൂപ തരാം. മാധവൻ ഞെട്ടിപ്പോവുക. ധാരണ പറയുന്നു, ഇവൻ എന്തായി പറയുന്നത്? അപ്പം എന്നാ, ഷീമയിൽ പോയിട്ട് ഡോക്ടർമാരായ 2 ചെറുപ്പക്കാർ ഗുരുദേവൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഷീമയിൽ പോയിട്ട് ഡോക്ടർമാരായ 2 ചെറുപ്പക്കാർ 2 സ്വർണം, ഓരോ പവൻ്റെ സ്വർണ്ണ പതക്കം ടി കെ മാധവൻ്റെ ദേശാഭിമാനിയുടെ ഓഫീസിൽ അയച്ചിട്ട് പറഞ്ഞു, ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർമാരായ 2 പേരാണ് ഞങ്ങൾ ഷീമയിൽ പോയിട്ട് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് 2 പവൻ മിസ്റ്റർ മാധവൻ അയച്ചു തരുന്നു. മാധവൻ ഇത്
ഇഷ്ടം പോലെ വിനിയോഗിക്കാം. മാധവൻ അത് വിറ്റിട്ടാ ഗാന്ധിജിയെ കാണാൻ പോയത്. അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ഈ ഗുരുവിൻ്റെ അനുഗ്രഹവും ആ ത്രികാല ദൃശ്യത്വവും നമ്മളൊന്ന് ഓർത്ത് നോക്കി. ഇതെല്ലാം കണക്റ്റഡാ. ഗുരുദേവൻ്റെ ഭാവനയിൽ നിന്ന് വിരചിതമായതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത് കരണീയമായ ഉപകരണങ്ങളായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിലാണ്. അതിലൊരാളാണ് മാധവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ഒരു വലിയ പരമ്പര മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോണ്ട് CV കുഞ്ഞിരാമന്, അത് കഴിഞ്ഞ മൂർക്കോത്ത് കുമാരന്, മൂലൂർ പത്മനാഭ പണിക്കര്, ശ്രീകൃഷ്ണന്, രാരിച്ചൻ മൂപ്പന്, പറവൂർ കേശവനാശാന്, VK കുഞ്ഞികൃഷ്ണന്, കുറ്റ്യത്ത് രാമണ്യ വക്കീല്, CV ഗോപാലൻ മുൻസിപ്പ്, CR കേശവൻ വൈദ്യര്, കോട്ടുകോയിക്കൽ വേലായുധൻ, MK ഗോവിന്ദദാസ്, കോട്ടായി കുമാരൻ, വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യര, N കുമാരൻ BA BL, M ഗോവിന്ദൻ ജഡ്ജി, C കേശവൻ, പള്ളത്തുരാമൻ, അങ്ങനെ വലിയൊരു പരമ്പരയുണ്ട്. ചുമ്മാ TT കേശവശാസ്ത്രികൾ, അതാരറിയോ? അയ്യങ്കാളിയുടെ മകളുടെ ഭർത്താവാണ് TT കേശവശാസ്ത്രികൾ. എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായത്, നമ്മുടെ യതിപൂജ നടന്നപ്പോൾ മാറ്റാർക്കും ഇല്ലാത്തൊരു സൗഭാഗ്യം എനിക്കുണ്ടായി. അവിടെ 2 പേരെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഒന്ന് മൂലൂർ പത്മനാഭ പണിക്കരെക്കുറിച്ചും ഒന്ന് TT കേശവശാസ്ത്രിയെക്കുറിച്ചും. അത് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയുമോ? എൻ്റെ ഈ പേരുകൾ നോട്ടീസ് 2 തരത്തിൽ വെക്കുന്നുണ്ട്. ചിലർ സജീഷ് കോട്ടയം എന്ന് വെക്കും. അപ്പോൾ സജീഷ് കോട്ടയത്തിന് സച്ചിദാനന്ദ സ്വാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ, തനിക്കാണ് മൂലൂരിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അവസരം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ശിവഗിരിയുടെ PR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജീഷ് മണലേലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, സജീഷ് മണലേലിനെ TT കേശവശാസ്ത്രി വിളിക്കണം. അപ്പോൾ നോട്ടീസിൽ പേര് വന്നപ്പോൾ ഒരേ ദിവസം ഒരേ സമയത്താണ്. അപ്പോൾ അവസാനമാണ് അവരറിയുന്നത് ഈ സജീഷ് കോട്ടയോ സജീഷ് മണലേലും ഒന്നാണ്. എനിക്കൊരു ലോട്ടറി അടിച്ചു. 2 പേരെ കുറിച്ചിട്ട് ആ യതിപൂജ നടന്നപ്പോൾ 40ഓളം പ്രസംഗങ്ങൾ അവിടെ ഉണ്ടായതിൽ 2 പ്രസംഗങ്ങൾ നടത്താനൊരു ഭാഗ്യമുണ്ടായി. അതിൽ ഒരാളായിരുന്നു മൂലൂർ പത്മനാഭ പണിക്കർ, മറ്റൊന്നാൾ TT കേശവശാസ്ത്രി. TT കേശവശാസ്ത്രിയെക്കുറിച്ച് അറിയുമോ? നമ്മുടെ അയ്യങ്കാളിയുടെ ഏക മകളുടെ ഭർത്താവ്. അപ്പോൾ TT കേശവശാസ്ത്രിയുടെ പ്രത്യേകത നമ്മൾ ഈ ഓർക്കണം, ഹരിജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്. അപ്പോൾ ഈ TT കേശവശാസ്ത്രിയെ കേശവനെ അന്ന് ഈ പുലയന്മാരുടെ ഇടയിൽ ഒരാൾ പോലും 4ാം ക്ലാസ് പാസ്സാകാത്തവരില്ലാത്ത സമയത്ത് പുലയന്മാരുടെ പരിഷ്കൃതവാദികളായിട്ടുള്ള കുറേ ആളുകൾ, ഒരു ഗുണ്ടാസംഘം തന്നെയായിരുന്നു. അവരിങ്ങനെ പത്തനംതിട്ട പ്രദേശം മുഴുവൻ തപ്പി നടക്കുക. എല്ലാ വീട്ടിലും പോയിട്ട് പുലയന്മാർ ചോദിക്കും, ഇവിടെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? പഠിച്ചുള്ള ഒരു വീട്ടിലെ അപ്പനും അമ്മയും പറഞ്ഞില്ലുണ്ടെന്ന് പേടിയാണ്. കാരണം രാജാക്കന്മാരോ നാടുവാഴികളോ ദൈവമോ കോപിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. അവസാനം ഈ കേശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കേശവൻ 3ാം ക്ലാസ് പാസ്സായി, 4ാം ക്ലാസ്സിലെത്തി, 4ാം ക്ലാസ് പാസ്സായി. അപ്പം കേശവൻ്റെ അച്ഛനും അമ്മയും കൂടെ തട്ടിമ്പുറത്ത് എത്തി വെച്ചേക്കുക കേശവനെ. അവസാനം ആ തട്ടിമ്പുറത്ത് നിന്ന് ഇവർ ഗുണ്ടാ ആക്രമണം നടത്തി കേശവനെ എടുത്തുകൊണ്ട് പോവുക. അപ്പം ഒരാളുടെ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്തത്, ഈ മൂലൂർ പത്മനാഭ പണിക്കരുടെ. അങ്ങനെ അവർ മെഴുവേലി നിങ്ങൾ പോയിട്ടുണ്ടോ? മെഴുവേലി ആനന്ദഭൂതേശ്വര ക്ഷേത്രം ഇല്ലേ? പഠനയാത്രയുടെ ഇലവന്തിട്ട പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഇലവന്തിട്ടയിൽ മെഴുവേലിയിൽ ആനന്ദഭൂതേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് കേട്ടോ. അവിടെ ഒരു സ്കൂളുണ്ട്, അവിടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഒരു ഗുരുദേവൻ ഒരിക്കലും ഒരു കൊടുങ്കാട് പിടിച്ച സ്ഥലമാണ്, ഈഴവ പ്രമാണിമാർ മാത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ചെന്നു, ക്ഷേത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഗുരു ഒരു ചോദ്യം ചോദിക്കുക. അവിടുത്തെ ഈഴവ പ്രമാണിമാർ മാത്രമേ ഉള്ളൂ അന്നും ഇന്നും. അവരോട് ചോദിച്ചു, ഇവിടെ 4ാം ക്ലാസ് പാസ്സായ പുലയ ബാലന്മാരാരെങ്കിലും ഇരിപ്പുണ്ടോ? ഉടനെ അവിടെ നിന്ന ഈഴവ പ്രമാണിമാർ പറഞ്ഞു, തൃപ്പാദങ്ങളെ, ഞങ്ങൾ ഈഴവരല്ലാതെ ഒരൊറ്റൊരാൾ ഇവിടെ ഇല്ല. തൃപ്പാദങ്ങൾ എന്തിനാ? പുലയന്മാരുടെ കാര്യമൊക്കെ ഇവിടെ എന്ന് പറയുന്നത്. ഉടനെ കാട്ടിൻ്റെ അകത്തുനിന്ന് ഒരാൾ കൊണ്ടുവരാനായിട്ട് മൂലൂർ പറഞ്ഞു. അപ്പോൾ വന്നയാൾ കൈപൊക്കി. അതാരാ? ഈ കേശവനാണ്. ഈ കേശവൻ കൈപൊക്കി. കേശവന് ഗുരുവിൻ്റെ സൗന്ദര്യത്തിൽ കൊണ്ടുവരാൻ വന്നു. അപ്പോൾ ഈഴവ പ്രമാണിമാർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ മൂലൂരും സംഘാംഗങ്ങളും അവിടെ ചെന്ന്, അപ്പം ഗുരുദേവൻ മൂലൂരിനെ ഏൽപ്പിച്ചു ഈ കേശവൻ. എന്നിട്ട് പറഞ്ഞു, ഇവനെ സംസ്കൃതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസ്കൃതം പഠിപ്പിച്ചു. അവിടെ നിന്ന് വാരാണപ്പള്ളി തറവാട്ടിൽ കൊണ്ടുവന്നു, ഗുരുദേവൻ പഠിച്ച സ്ഥലത്ത് കൊണ്ടുപോയി ഉപരിവിദ്യാഭ്യാസം നടത്തി. അവിടെ നിന്ന് ആലുവ, അവസാനം അന്നത്തെ കാലത്ത് ഈ പഠിക്കാനൊന്നും ഒരു ഗതിയില്ല. അവസാനം ആലുവയിൽ ഗുരുദേവൻ സംസ്കൃത പാഠശാല തുടങ്ങിയപ്പോൾ അവിടേക്ക് പഠിക്കാനായിട്ട് ഈ കേശവശാസ്ത്രിയെ
കൊണ്ടുപോയി അവിടെ പഠിക്കാനായിട്ടൊന്ന് സാമ്പത്തികമായിട്ട് നമ്മുടെ ആളുകൾക്ക് സാധിക്കാതെ വന്നപ്പോൾ അതിന് ചെയ്തൊരു ഉപായമുണ്ട്. ശ്രീനാരായണ ഒരിക്കൽ നമ്മുടെ 1924 നമ്മുടെ സർവമത സമ്മേളനം നടന്നല്ലോ. ആ സർവമത സമ്മേളനം നടന്നു കഴിഞ്ഞിട്ട് അതിൽ ഗാന്ധിജിയോ ഒന്നും പങ്കെടുത്തില്ലായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ആലുവയിൽ വെച്ചിട്ട് വലിയൊരു സമ്മേളനം നടന്നു ഈ സർവമത സമ്മേളനത്തിന് ശേഷം. അപ്പം അന്നത്തെ കാലത്ത് ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഈ സ്വാഗത പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സംസ്കൃതത്തിലൊരു അവതരണ ശ്ലോകം ചൊല്ലും. അവിടെ ഇരിക്കുന്നവരെല്ലാം പുകഴ്ത്തിക്കൊണ്ട് സംസ്കൃതത്തിലുള്ള ഒരു അവതരണ ശ്ലോകം ചൊല്ലാനായിട്ട് ഒരു കറുത്ത പയ്യൻ വേദിയിലേക്ക് വന്നു. ആ കറുത്ത പയ്യൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ പാവപ്പെട്ട ഒരു പുലയബാലനാണെന്നും എനിക്ക് പഠിക്കാൻ ഗതിയില്ലെന്നും പുണ്യാത്മാക്കൾ ഇരിക്കുന്ന ഈ വേദിയിൽ ആരെങ്കിലും എന്നെ പഠിപ്പിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം സംസ്കൃതത്തെ ചൊല്ലിക്കൊണ്ടാണ് ഗാന്ധിജിയെയും രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരെയൊക്കെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഗാന്ധിജി സ്റ്റേജിലിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പദ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ടി കെ മാധവൻ സദസ്സിലിരിക്കുകയായിരുന്നു. ടി കെ മാധവൻ ചാടി വേദിയിൽ തിന്നിട്ട് ഗാന്ധിജിയുടെ ചെവി പറഞ്ഞു, പുണ്യാത്മാവേ, ഈ സംസാരിക്കുന്നതുണ്ടല്ലോ ഒരു പുലയനാ. മാധവൻ കരയുക, കാരണം ഒരു പുലയന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അങ്ങനെ ആ ആലുവയിൽ നിന്നുകൊണ്ട് ഈ കേശവൻ പ്രസംഗിച്ചു. അങ്ങനെ കേശവനെ പിന്നെ പഠിച്ച് കേശവൻ ശാസ്ത്രിയായി. ആലുവ സംസ്കൃത പാഠശാലയിൽ നിന്ന് ശാസ്ത്രീയ ബിരുദം നേടി ടി കേശവശാസ്ത്രി എന്ന് പേര് കിട്ടി. അങ്ങനെ അദ്ദേഹം ടി കേശവശാസ്ത്രി എന്ന് പേര് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോയത് നമ്മുടെ ഈ MC റോഡിൽ ചെങ്ങന്നൂരില്ലേ, ചെങ്ങന്നൂർ ഒരു പാലം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു കുഞ്ഞു പാലമായിരുന്നു. ആ പാലമൊക്കെ അന്ന് പണിത് കഴിഞ്ഞിരിക്കുന്ന സമയം അതിന് തട്ടെടുത്തൊരു സ്കൂളിലായിരുന്നു, മഴുക്കീർ എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്കൂളിൽ അപ്പോയിൻ്റ് ചെയ്തു ഈ കേശവശാസ്ത്രീനെ. ടി കേശവശാസ്ത്രി അപ്പോയിൻ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ മാനേജരായിരുന്നു വന്നവൻ പുലയനാണെന്ന്. പുള്ളി ബോധം കെട്ട് വീണു. അന്ന് തളർന്നു വീണു. ജീവിതം മുഴുവൻ പിന്നെ പുള്ളി തളർന്നുപോയി. കാരണം ഒരു പുലയൻ തൻ്റെ സ്കൂളിൽ കയറി, ചിന്തിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഉടനെ ഗുണ്ടകളെല്ലാം കൂടെ ഇറങ്ങി ഈ കേശവനെ ആക്രമിക്കുക. എന്താ, പഠിക്കാൻ ചെന്നതിൻ്റെ പേരില്ല, ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ചെന്ന കേശവൻ ഓടി അന്ന് പഴയ ചെങ്ങന്നൂരിലെ പാലം ഓർക്കുന്നവർക്കറിയാം, അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ കേശവൻ ഒളിച്ചിരുന്നിട്ട് അതിൽ അന്നേരം KSRTC ബസ് ഓടുന്നുണ്ടായിരുന്നു. അതേ കയറിയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഇറങ്ങി. തിരുവനന്തപുരത്ത് പോയിട്ട് ഡോക്ടർ പൽപ്പുവിനെയും കുമാരനാശാനെയും പോയി കണ്ടു. അങ്ങനെയാണ് അവരുടെ സഹായത്തോടു കൂടി ടി കേശവശാസ്ത്രി പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ ട്യൂഷന് പോകാൻ തുടങ്ങി. ആരും അറിയുന്നില്ല ജാതി. അവസാനം അറിഞ്ഞു ഇയാളൊരു പുലയനാണെന്ന്. ഉടനെ പഠിപ്പിക്കാൻ പോയ പിള്ളേരെല്ലാം കൂടെ ഒരു പേരിട്ട് ടി കെ ശവശാസ്ത്രി. അതായത് കേശവനെ ശവമാക്കി. കാരണം അത്രയും നികൃഷ്ടമായി. പക്ഷേ ആ കേശവശാസ്ത്രി ഓർക്കണം, കാരണം ഓരോ കണ്ണിങ്ങാണ്. ഗുരുവിൻ്റെ നിശ്ചയം കൊണ്ട്, മൂലൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരുദേവൻ്റെ അടുത്ത് വന്ന് ഗുരുദേവൻ പഠിപ്പിച്ച കേശവശാസ്ത്രി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയിൽ അംഗമായി. ക്ഷേത്രപ്രവേശന വിളംബരം വേണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കമ്മിറ്റിയിലൊരു പുലയനുണ്ടായിരുന്നു. അത് ഈ കേശവശാസ്ത്രിയാണ്. 28 വർഷം നമ്മുടെ കടുത്തുരുത്തിയിൽ MLA ആയിട്ടിരുന്നു ഈ കേശവശാസ്ത്രി. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി, തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി. എന്ന് പറഞ്ഞാൽ പുലയ സമുദായത്തിലെ ഏറ്റവും ഉന്നതമായ നിലയിലെത്തിയ ആദ്യത്തെ വ്യക്തി ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ്. ആ ശിഷ്യനാണ് ടി കേശവശാസ്ത്രി. 1903 ജനുവരി മാസം 7-ാം തീയതിയാണ് പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സംഘടന ഉണ്ടാക്കി തന്നത്. അതേ ഗുരുവിൻ്റെ ഹൃദയമാനസത്തിൽ നിന്ന് പിറവിയെടുത്ത രണ്ടാമത്തെ മഹാപ്രസ്ഥാനമാണ് 1928 ജനുവരി മാസം 9-ാം തീയതി കൂർക്കാഞ്ചേരിയുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് തുടങ്ങിയ ശ്രീനാരായണ ധർമ്മസംഘം അല്ലേ. ഗുരുവിൻ്റെ പ്രഥമ സന്യാസ ശിഷ്യൻ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ, ബോധാനന്ദ സ്വാമികൾ അവധൂതനായി സഞ്ചരിച്ചു. അപ്പോൾ ആ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹത്തിന് ജാതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആണ് ധർമ്മപട സംഘം രൂപീകരിച്ചത്. ധർമ്മപട സംഘം എന്ന് പറഞ്ഞൊരു സംഘടന ചെറുപ്പകാലത്ത് രൂപീകരിച്ചു. വെള്ളത്തിൽ പൊങ്ങി വന്നിട്ട് ഒരു നിലവിളക്കെ തൊട്ട് സത്യം ചെയ്യുമായിരുന്നു, ജാതിയിൽ എന്നേക്കാൾ മുകളിൽ ആരുമില്ല, ജാതിയിൽ എന്നേക്കാൾ താഴെ ആരുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് കടാരി എടുത്ത് കൈമുറിച്ചിട്ട് രക്തമെടുത്ത് നെറ്റിയിൽ തേച്ചിട്ട് എന്നേക്കാൾ ജാതിയിൽ മുകളിലും ആരില്ല താഴെയില്ല എന്ന് പറഞ്ഞ് വലിയ പോരാട്ടം നടത്തിയ ആളാണ് ബോധാനന്ദ സ്വാമിജി. സത്യസന്ധമായി പറഞ്ഞാൽ സഹോദരനയ്യപ്പിന് മുമ്പ് മിശ്രഭോജനം നടത്തിയ ആളാണ്. തൃപ്രയാർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഗുരുവായൂർ. ആ തൃപ്രയാർ അമ്പലത്തിന് ചുറ്റുമുള്ളത് ഈഴവ ഭവനങ്ങൾ മാത്രമാണ്.
52 ദിവസമാണ് അവിടുത്തെ പൂരം ഉത്സവം നടക്കുന്നത്. ആ 52 ദിവസം എല്ലാ വർഷവും ഈഴവ പ്രമാണിമാരോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മാറി താമസിക്കണം. അതായത് തൃപ്രയാർ അമ്പലത്തിനോട് ചേർന്നുള്ള പരിസരത്ത് മുഴുവൻ ഈഴവന്മാരും അവിടെ നിന്ന് മാറി താമസിക്കണം. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയി നിന്ന് പ്രസംഗിച്ചപ്പോൾ ഈഴവ പ്രമാണിമാരാണ് അവിടുത്തെ അധികാര കേന്ദ്രത്തിലൊഴുകി അവിടുത്തെ മുഴുവൻ ആളുകളും ഇന്നും ഈ തൃപ്രയാർ അമ്പലത്തിൽ ഈഴവരാണ്. കാരണം അത്രയും 51% ഈഴവരാണ് ആ പ്രദേശം മുഴുവൻ. അപ്പോൾ അവരാണ് നയിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ കഥയൊന്നും അറിയില്ല. അവിടെ ഈ 52 ഉത്സവം നടക്കുമ്പോൾ എല്ലാ വർഷവും ഈഴവ കുടുംബങ്ങൾ മുഴുവൻ അവിടുന്ന് മാറി താമസിക്കും. കാരണം തൃപ്രയാർ ശ്രീരാമചന്ദ്രന് ഇഷ്ടമല്ല ഈഴവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ഉണ്ടായിരിക്കാൻ അവർ മാറി താമസിക്കും. ഈ ധർമ്മപട സംഘം ഉണ്ടാക്കിക്കൊണ്ട് ഗുരുദേവൻ്റെ അനുഗ്രഹത്തിൽ ബോധാനന്ദ സ്വാമിജി എവിടെ ചെന്നു? ഈ പറയുന്ന അവരുടെ ഇടയിൽ ചെന്ന് ഒറ്റ ഒരുത്തം പുറത്തിറങ്ങി പോലെന്ന് പറഞ്ഞു. ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. പേടിച്ച് വരണ്ട് ബോധാനന്ദ സ്വാമിയെ പേടിച്ചിട്ട് 52 വീട്ടിലും, കാരണം മസൂരി വരും ചത്തുപോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉത്സവം കഴിഞ്ഞ് 52 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾക്കും മസൂരി വന്നില്ല. അടുത്ത വർഷം തൊട്ട് എല്ലാം കാണണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് മിശ്രഭോജനം അവിടെ സംഘടിപ്പിച്ചു. പുലയന്മാരെയും പറയന്മാരെയും എല്ലാം കൂട്ടിയിരുത്തിയിട്ട് ബോധാനന്ദ സ്വാമിജിയുടെ ഗുണ്ടാ സംഘമെന്ന് ഇന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ധർമ്മപട സംഘം, ധർമ്മം മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം. ആ ധർമ്മപട സംഘം കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി വേലായുധൻ ബോധാനന്ദൻ ഗിരി, അദ്ദേഹം അവിടെ മിശ്രഭോജനം നടത്തി. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന തൃപ്രയാർ അവിടെയുള്ളവരൊക്കെ അവിടെ താമസിക്കാൻ തുടങ്ങി. അത് 20 വർഷം മുമ്പ് ഞാനവിടെ പോയി പറഞ്ഞിട്ട് ഒരുത്തരും വിശ്വസിച്ചില്ല. പക്ഷേ ചരിത്രം അതാണ്, ബോധാനന്ദ സ്വാമിജി പഠിപ്പിച്ചതാണ്. ആ ബോധാനന്ദ സ്വാമിജി ആണ് ഇന്ത്യ മുഴുവൻ നടന്നപ്പോഴേ ഈ തീർത്ഥഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞല്ലോ. എല്ലായിടത്തും ചെന്ന് പറഞ്ഞു വിഗ്രഹങ്ങൾ കണ്ടാൽ പിഴുതെറിയണമെന്ന് പഠിപ്പിച്ചു ബോധാനന്ദ സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ സംഘവും. എല്ലാ ആശ്രമങ്ങളിലും പോയി ഒരാഴ്ച കാലം താമസിക്കുമ്പം ബോധാനന്ദ സ്വാമിജിയോട് വലിയ പ്രമാണികളായ വടക്കേ ഇന്ത്യയിലെ സന്യാസിമാർ ചോദിക്കും, അത് സ്വാമി കാര്യങ്ങളൊക്കെ ശരിയാ, ജാതിയിൽ ആരായിട്ട് വരും? ഇത് മടുത്തിട്ടാണ് സ്വാമി ഇങ്ങോട്ടേക്ക് വന്നത്. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുദേവനെ ആദ്യമായി ദർശിച്ചു. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഗുരുവിനെ നിരുത്സാഹപ്പെടുത്താനായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠകളൊന്നും ശരിയല്ല കേട്ടോ. ഈ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് മോശമായ പരിപാടിയാണെന്ന് ഗുരുദേവനെ ധരിപ്പിക്കുവാനും ഇനി ഗുരുദേവൻ തയ്യാറായില്ലെങ്കിൽ കായിക ബലം ഉപയോഗിച്ച് ഗുരുവിനെ നേടാനും വേണ്ടിയിട്ടാണ് ഈ ബോധാനന്ദ സ്വാമിജി 1908 തലശ്ശേരി ജഗന്നാഥന് മുമ്പിൽ ചെന്നത്. സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയാമല്ലോ. ഗുരു അടിച്ചകത്താക്കി. ഗുരു പറഞ്ഞു 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സന്യാസം എല്ലാവർക്കും കൊടുക്കരുത്. ഈ ബോധാനന്ദ സ്വാമി കാണുന്നവർക്കെല്ലാം സന്യാസം കൊടുക്കുക. അതുകൊണ്ട് സന്യാസം എല്ലാവർക്കും കൊടുക്കരുത് ഒന്ന് പറഞ്ഞു. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. ബോധാനന്ദ സ്വാമിയോട് 2 കാര്യങ്ങളാണ്. ബോധാനന്ദ സ്വാമി അവർക്കിടെ എൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ ഈ ഗുരു എങ്ങനെ അറിഞ്ഞത്? വടക്കേന്ത്യ മുഴുവൻ കറങ്ങി നടന്ന ആൾ ഗുരുവിനെ തടയാൻ വന്നപ്പോൾ ഗുരു അങ്ങോട്ട് പറഞ്ഞതാ. അങ്ങനെ ഗുരുദേവനിലേക്ക് ആകർഷനായി 1908 നമുക്ക് പിന്നീട് ചരിത്രം അറിയാമല്ലോ. ലോകത്തെ ഏറ്റവും അധികം വിഗ്രഹങ്ങൾ എടുത്ത സന്യാസിക്ക് പേര് കൊടുക്കാം ബോധാനന്ദഗിരി. പിന്നീട് ഗുരുദേവൻ്റെ ശിഷ്യനായി ബോധാനന്ദ സ്വാമിജി എന്ന സന്യാസനാമം സ്വീകരിച്ച ആ ബോധാനന്ദ സ്വാമിജിയെ കൊണ്ടാണ് ഗുരു സ്വശരീരനായിരിക്കുമ്പോൾ തലശ്ശേരിയിൽ ആദ്യത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും എതിർത്തവനെ കൊണ്ട് തന്നെ ഗുരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവിനെ ഇന്ന് നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവരെ പറഞ്ഞു കൊടുക്കേണ്ട പാഠമാണ് ബോധാനന്ദൻ്റെ ചരിത്രം. കാരണം ഗുരു സ്വശരീരനായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിഗ്രഹങ്ങളെ എതിർത്തവൻ്റെ പേര് ബോധാനന്ദനും. ആ ബോധാനന്ദനാണ് ഗുരു സ്വശരീരനായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ആദ്യത്തെ വിഗ്രഹം പതിച്ചത്. ഒരു വലിയ പഠന പ്രക്രിയ അത്. ഈ ഇന്നിപ്പോൾ സന്യാസിമാരുമൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം വഴക്ക് പിടിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട. ഈ ബോധാനന്ദ സ്വാമി ശാഖായോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടിരുന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ബാങ്കിങ് സംവിധാനത്തിലേക്ക് കേരളത്തെ ജനകീയമായി കൊണ്ടുവരുന്നത് ബോധാനന്ദ സ്വാമിജി കൊച്ചിയിൽ ആരംഭിച്ച ഒരു ബാങ്കാണ്. അവർക്ക് ഒരു സന്യാസി ചെയ്ത പരിപാടിയാണ്. ബാങ്ക് തുടങ്ങി കൊച്ചിയിൽ. കൊച്ചി SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട് ബോധാനന്ദ സ്വാമിജി. 1925 ഗുരുദേവൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഗുരുദേവൻ്റെ അനന്തരഗാമിയുടെ പേരാണ് ബോധാനന്ദ സ്വാമിജി. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാകുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു മഹാഗുരുവിൽ നിന്ന് ഒരു ശിഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ റിമാർക്സ് അംഗീകാരം കിട്ടിയിട്ടുള്ളത് ബോധാനന്ദ സ്വാമിജിക്കാണ്. അതെന്നറിയാമോ? അറിയോ? 1925 ഗുരുദേവൻ്റെ അനന്തരഗാമിയായിട്ട് അഭിഷേകം ചെയ്തു. എന്താ ഗുരുദേവൻ ബോധാനന്ദന് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ. എവിടെ നിൽക്കുന്ന ഈ ശിഷ്യൻ എന്ന് ആലോചിച്ച് നമ്മൾ ആ രീതിയിൽ ബോധാനന്ദനെ കാണുന്നുണ്ടോ? ആ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു
മണ്ഡപമൊക്കെ ഉണ്ടാക്കി. ഞാൻ കണ്ടോണ്ടെന്ന ഒരു ശിവഗിരിയിലുള്ള ഒരു പെൺകുട്ടി വിദേശത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ എൻ്റെ ഒരു കർമ്മനിയമമായിരിക്കും അത് കേൾക്കാൻ അവസരം. അപ്പോൾ കുറച്ച് പരിഷ്കാരികളായ കുട്ടികളെയായിട്ട് വന്നതാണ്. എന്നെ പണ്ട് തൊട്ട് അച്ഛൻ ശിവഗിരി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഗുരുദേവനെ അവർ മനസ്സിലായി. ഈ ഇരിക്കുന്നത് ആരാ, അതാരാന്ന് അറിയത്തില്ല. ഈ കുട്ടിക്ക് അറിയത്തില്ല, ശിവഗിരിക്കാരിയായ കുട്ടിക്ക് അറിയത്തില്ല. അവൾ വലിയ മിടുക്കിയാണ്, പഠിക്കാനൊക്കെയാണ്. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗണപതി എന്ന് വിശേഷിപ്പിക്കാവുന്നത്. നമ്മൾ ഓർക്കിട്ടവൻ്റെ പേരാ ബോധാനന്ദ സ്വാമിജി. നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നുണ്ടോ? ആ ശിഷ്യന്മാരുടെ, ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ കനം നമുക്ക് വേണ്ട പോലെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗുരു കൊടുത്ത ആ കമൻറ്റ്, ബോധാനന്ദനോളം നമുക്ക് ത്യാഗം നമുക്കുണ്ടല്ലോ. ബോധാനന്ദ സ്വാമിജി എഴുതിയ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ കരുതുകയാണ്, അല്ലേ? ഏതാ? മാനത്ത് മൂഴിയിലും ആഴിയിലും, അല്ലേ? ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടത്തെ 19 വരികൾ. 1928 സെപ്റ്റംബർ 23, അതായത് 1104 കന്നി 8-ന് ഗുരു നമ്മെ വിളിക്കുന്നു, ഗുരു നമ്മെ വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ഗുരുവില്ലാത്ത കാരണം മഹാഗുരുവിനെ അത്രമാത്രം തൻ്റെ ഹൃദയത്തിലേക്ക്, കാരണം കേരളം കണ്ട നിരീശ്വരവാദി, അല്ലേ, വിഗ്രഹ നിഷേധി, വിപ്ലവകാരിയായ മനുഷ്യൻ അവസാനം ഗുരുവിൽ ജന്മം പ്രാപിക്കുന്നു. ആ വിലയം വായിച്ചുകൊണ്ട് ഗുരു നമ്മെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗുരുദേവൻ്റെ അനുജ്ഞ അനുസരിച്ച് സമാധിയെ പ്രാപിക്കുക. സത്യവ്രത സ്വാമികൾ ആലപ്പുഴ കുട്ടനാട്ടിലെ മാമ്പുഴക്കരിയിൽ 1893 ജനിച്ചു. അയ്യപ്പൻ പിള്ള എന്നായിരുന്നു പേര്. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൻ്റെ സംഘാടകരിൽ പ്രധാനിയും സ്വാഗത പ്രാസംഗികനുമായിരുന്നു. 1926 സെപ്റ്റംബർ 1-ന് ചങ്ങനാശ്ശേരിയിലുള്ള ആനന്ദാശ്രമത്തിൽ വെച്ച് സമാധി പ്രാപിച്ചു. സ്വാമികൾ സമാധി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ക്ഷീണം തോന്നുന്നു. സത്യവ്രതനായി തന്നെ മരിച്ചു. കാരണം ഗുരു കൊടുത്തേക്കുന്ന രണ്ടാമത്തെ റിമാർക്കാണ്. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന് പറയുന്നത് പോലെ സത്യവ്രത സ്വാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യവ്രതനായി തന്നെ സമാധിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യവ്രതൻ്റെ ജീവിതം പൂർണ്ണമായും അർത്ഥഗംഭീരമായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇത് SNDP യോഗവുമായി ചേർന്ന് നിൽക്കുന്ന പഠിതാക്കളുടെ സംഘമാണ്. അപ്പം SNDP യോഗത്തിൻ്റെ വലിയ യോഗങ്ങൾ നടക്കുമ്പോൾ ആ യോഗത്തിൻ്റെ നടുവിലൊരു സന്യാസിവര്യൻ ഉണ്ടാകുമായിരുന്നു. ആ സന്യാസിവര്യൻ്റെ പേര് സത്യവ്രത സ്വാമി എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാലോകരെ, എൻ്റെ ഈ 2 കൈകൾ കണ്ടോ? അത് ഒരു കാലത്ത് ഈഴവനെ തല്ലാൻ ഉപയോഗിച്ച കൈകളാണ്, ജാതിയുടെ പേരിൽ. ഗുരു എൻ്റെ ജീവിതത്തെ മാറ്റി, എൻ്റെ മനസ്സിനെ മാറ്റി, എൻ്റെ ചിന്തയെ മാറ്റി. അതേ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ജനസാഗരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, ആരാ? കുമാരനാശൻ പ്രസംഗിക്കുമ്പോൾ, TK മാധവൻ പ്രസംഗിക്കുമ്പോൾ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാവ്യവസ്ത്രം ധരിച്ച സന്യാസി അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എന്താ? ആ ഈഴവരുടെ അമേദ്യം ഞാൻ ഈ കൈകൾ കൊണ്ട് ചുമക്കാനും ഇന്ന് തയ്യാറാണ്. കാരണം എന്നെ ആ ഭാവത്തിലേക്ക് വളർത്തിയതെൻ്റെ ചൈതന്യ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവനാണ്. കാരണം ശ്രീകൃഷ്ണൻ്റെ ഉപാസകനായിരുന്ന ആ അയ്യപ്പൻ പിള്ള സത്യവ്രത സ്വാമി സാക്ഷാൽ നാരായണൻ ഈ ഇരിക്കുന്ന മഹാഗുരു തന്നെയാണെന്ന് മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ ആ സത്യവ്രത സ്വാമികൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം SNDP യോഗത്തിൻ്റെ മൈക്ക് എന്നൊക്കെയാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇനി അങ്ങോട്ട് സന്യാസിമാരുടെ ഒരു പെരുമഴക്കാലമാണുള്ളത്. ഗുരുദേവനെ 108 മന്ത്രങ്ങളിലൂടെ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് വളർത്തിയ ചൈതന്യ സ്വാമിജി ഉൾപ്പെടെ ഗുരുദേവൻ്റെ സന്യാസ ശിഷ്യന്മാരുടെ ഒരു വലിയ കാലം. ആ സന്യാസ ശിഷ്യന്മാരെയും ഗൃഹസ്ഥ ശിഷ്യന്മാരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പഠിക്കുമ്പോഴാണ് 916-നേക്കാൾ മൂല്യമുള്ള കാന്തിയാണ് എൻ്റെ ഗുരുവെന്നും ആ പഠനം, ഗുരുദേവൻ്റെ കൃതികളിലേക്കുള്ള പഠനത്തിൻ്റെ സഞ്ചാരപഥം ഇതാ ഈ ശിഷ്യന്മാരുടെ മഹത്വങ്ങൾ തിരിച്ചറിയുമ്പോൾ എങ്ങനെ ഈ കണ്ണിയിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെയും സന്യാസി ശിഷ്യന്മാരെയും കൂട്ടിയിണക്കിന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംഘബോധമുള്ള ശ്രീനാരായണ ധർമ്മ പ്രചാരകരായിട്ട് മാറുക. അപ്പം അതിനുള്ള പഠനത്തിൻ്റെ കരുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ, ഇനിയിപ്പോൾ സന്യാസിഷ്യന്മാരുടെ പേര് പറയാൻ ഒരുപാടുണ്ട്. ഇവരെക്കുറിച്ചുള്ളൊരു ചെറിയ പഠനം പുസ്തകങ്ങളിലൂടെ നടത്താൻ തീർച്ചയായും പഠിതാക്കളായി എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളും, എയർഫോഴ്സുകാരുണ്ട്, പല ഫോഴ്സുകാരും ഒക്കെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ അല്പസമയത്തിൻ്റെ ഇടവേളയിൽ കിട്ടിയ വാക്കുകളൊക്കെ ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. വലിയ അനുഗ്രഹീതമാണ് 14ാമത്തെ ബാച്ച് എന്ന് പറയുന്നത്. കാരണം 2 മണി തൊട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഒരു കോർപ്പറേഷൻ വളരെ വലുതായിട്ട് ഞാൻ കാണുകയാണ്. അത് പഠനകേന്ദ്രത്തിൻ്റെ ഈ ബാച്ചിൻ്റെ അവസാന പദത്തിലേക്ക് എത്തുമ്പോൾ ഗുരു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അത് കൂടുതൽ ഉർവരമാക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ പഠനത്തെ. അത്
സംഘബോധത്തോടുകൂടി ഒരുമയോടുകൂടി കൊണ്ടുപോകാൻ ഭഗവാന്റെ അനുഗ്രഹം വ്യത്യസ്തമായ മേഖലയിൽ നിന്നെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലത്തേക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്തേ, ധർമ്മം ജയിക്കട്ടെ.